അല്ലേ? അതിനകത്തുള്ള ഒരു സിലിണ്ടറിക്കൽ ഹോളോ പോർഷൻ ഇസ് കോൾഡ് ആസ്, അകത്തുള്ള സിലിണ്ടറിക്കൽ ഹോളോ പോർഷൻ ഇസ് കോൾഡ് ആസ് എന്ത് വിളിക്കാം? അകത്തുള്ള ആരാണ്? ആ, ഡയാബൈസ് ആണോ അവിടെ? ഡയാബൈസ് ആണോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ബോണിന്റെ സ്ട്രക്ചർ പഠിച്ചല്ലേ? കഴിഞ്ഞ ദിവസം ബോണിന്റെ സ്ട്രക്ചറും പാർട്സും പഠിച്ചല്ലേ? കഴിഞ്ഞ ദിവസം ബോണിന്റെ സ്ട്രക്ചറും പാർട്സും പഠിച്ചില്ലേ? പഠിച്ചില്ലേ? കഴിഞ്ഞ ദിവസം ബോണിന്റെ സ്ട്രക്ചറും പാർട്സും പഠിച്ചില്ലേ? ഇനി നമുക്ക് അറിയാനുള്ളത് ഇത് ബോണി ടിഷ്യൂവിനെ കുറിച്ചാണ്. ഇനി നമ്മൾ അറിയാനുള്ളത് ഇത് ബോണി ടിഷ്യൂവിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ബോൺസിന്റെ ഫ്രാക്ചറും സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചെങ്കിൽ ഇനി നമ്മൾക്ക് അറിയാനുള്ളത് ബോണി ടിഷ്യൂവിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇന്ന് മൊത്തം അത് തന്നെയായിരിക്കും. എന്താണ് ബോണി ടിഷ്യൂ? ഇത് ബോണിന്റെ അകത്തുള്ള പാർട്സ് വിളിക്കുന്നതാണോ? ബോണി ടിഷ്യൂ എന്ന് പറയുന്നത് ബോണിന്റെ അകത്തുള്ള പാർട്സ് ആണോ? അവിടെ ആണോ? ബോണി ടിഷ്യൂ എന്ന് വിളിക്കുന്നത് ബോൺസിന്റെ അകത്തുള്ള പാർട്സ് ആണോ? ബോണി ടിഷ്യൂ എന്ന് വിളിക്കുന്നത് ബോൺസിന്റെ അകത്തുള്ള പാർട്സ് ആണോ? എങ്കിൽ നമുക്ക് എത്ര ടൈപ്സ് ബോണി ടിഷ്യൂസ് ഉണ്ട്? എങ്കിൽ നമുക്ക് എത്ര ടൈപ്സ് ബോണി ടിഷ്യൂസ് പ്രധാനമായിട്ടുണ്ട്? ചോദ്യം വരും. ഇനി ഞാൻ ചോദിക്കും, എക്സാം ചോദിക്കും, എത്ര ടൈപ്സ് ഉണ്ട്? രണ്ടല്ലേ? 2 ടൈപ്സ് ബോണി ടിഷ്യൂസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ആരും ഒന്നും എഴുതരുത്. ഇതിനകത്ത് മാരേജ് ആയി ഇപ്പൊ കുട്ടികളുള്ള ആരെങ്കിലും ഉണ്ടോ? മാരേജ് ആയി കുട്ടികൾ ഉള്ള ആൾക്കാരുണ്ടോ അതിനകത്ത്? ഉണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8, 10, 12, 14. എണ്ണമില്ല. കാരണം എന്താ? ആൾമോസ്റ്റ് എല്ലാവരും ഇവർ മാരേജ് ആയി കുട്ടികളുണ്ട്. എന്താണ് ഒരു ടെമ്പററി ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരില്ലേ? ഒരു ടെമ്പററി ജോലിക്ക് ഇപ്പൊ കുട്ടികൾ ഉള്ളതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരില്ലേ? ഒരു ടെമ്പററി ജോലിക്ക് ഇവിടെ കുട്ടികൾ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റാത്ത ആൾക്കാരല്ലേ? അവിടെയാണ് ഞാനൊരു പെർമനന്റ് ജോലി പറയും പോലെ പഠിക്കുക. പറയും പോലെ പഠിച്ചാൽ ഒരു പെർമനന്റ് ജോലി ഉറപ്പായിട്ട് കിട്ടും. ഒരു മാറ്റമില്ല. എന്താണോ പഠിപ്പിക്കുക കൃത്യമായി തന്നെ പഠിക്കുക. ഉറപ്പായും ഒരു സർക്കാർ ജോലി 100% തന്നെ കിട്ടും. എന്റെ ക്ലാസ് നോട്ട്സ് ആ വാക്ക് വേറെ ഏതോ സിനിമ കേട്ടുണ്ടോ? ഏതോ സിനിമ കേട്ടിട്ടുണ്ട്. സിനിമയിൽ എന്റെ മുഖം എന്റെ സിനിമ എവിടെ കേട്ടിട്ടുണ്ട്? പറയട്ടെ, ഏതോ സിനിമയ്ക്കകത്ത് അത് ആരും കിട്ടിയോ? ഇല്ലേ? ആലോചിച്ച് ഏതോ സിനിമയിൽ ശ്രീനിവാസ് പറയാറുണ്ട്, എന്റെ സിനിമ ഉദയനാണ് താരം അല്ലെ? എന്റെ മുഖം എന്റെ സിനിമ, എന്റെ മുഖം എന്റെ സിനിമ. കണ്ടുണ്ടോ ആരെങ്കിലും ഉദയനാരം? കണ്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉദയനാരം? എന്റെ മുഖം എന്റെ സിനിമ. അതുപോലെ പറയാണ്, എന്റെ നോട്ട് എന്റെ ക്ലാസ്. അതുപോലെ പഠിക്കും, കിട്ടും. തമാശ പോലെ പറയുന്നെങ്കിലും പഠിക്കും. ഒന്നും എഴുതരുത്. ഇപ്പൊ ഒന്നും എഴുതരുത്. നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് ബോണി ടിഷ്യൂ ആണുള്ളത്. ബോഡിക്കകത്ത് പ്രധാനമായിട്ടും ഉള്ളത് ഏതൊക്കെയാ? ചോദ്യം വരും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. നമ്മുടെ ബോഡിക്കകത്ത് 2 ടൈപ്സ് ഓഫ് ബോണി ടിഷ്യൂ ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഏതൊക്കെയാ? കോമ്പാക്ട് ടിഷ്യൂവും സ്പോഞ്ചി ടിഷ്യൂവും. എവിടെയും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ബോഡിക്കകത്ത് 2 ടൈപ്സ് ഓഫ് ദ ബോണി ടിഷ്യൂ ഉള്ളത്? ബോഡിക്കകത്ത് 2 ടൈപ്സ് ഓഫ് ബോണി ടിഷ്യൂ ഉള്ളത് കോമ്പാക്റ്റും സ്പോഞ്ചിയും. എവിടെയെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടോ? ടിഷ്യൂസിനെ കുറിച്ച്, ബോണി ടിഷ്യൂസ് കേട്ടിട്ടുണ്ടോ? എനിയോ ഉണ്ടോ?
ഉണ്ട് ഉണ്ട് ഉണ്ട്. നമ്മുടെ ബോഡിക്കകത്ത് നിന്ന് മസ്കുലർ പഠിക്കുമ്പോഴേ നമ്മൾ ബോഡിക്കകത്ത് മസ്കുലർ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 ടൈപ്സ് ബോണി ടിഷ്യൂ ഉണ്ട്. ഏതൊക്കെയാ? ബോഡിക്കകത്ത് മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റം പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 2 ടൈപ്സ് ബോണി ടിഷ്യൂ ഉണ്ട്. പേരേതൊക്കെയാ? ദ കോമ്പാക്ട് ബോണി ടിഷ്യൂ, സ്പോഞ്ചി ബോണി ടിഷ്യൂ അല്ലേ. നമ്മൾ ഇന്ന് മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് പ്രധാനമായിട്ട് 2 ടൈപ്സ് ഓഫ് ഏതുണ്ട്? ദ ബോണി ടിഷ്യൂ, കോമ്പാക്റ്റും മസ്കുലിൻ. കോമ്പാക്റ്റും മസ്കുലിൻ. സോ അറിയണം എന്താണ് ദ കോമ്പാക്ട് ബോണി ടിഷ്യൂ. അറിഞ്ഞിരിക്കണം എന്താണ് ദ കോമ്പാക്ട് ബോണി ടിഷ്യൂ. ചോദ്യം വരും, എന്താണ് കോമ്പാക്ട് ബോണി ടിഷ്യൂ? എന്താണ് കോമ്പാക്ട് ബോണി ടിഷ്യൂ? മസ്കുലയും ഉണ്ട് കോമ്പാക്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്താണ് കോമ്പാക്ട്? ഇതുവരെയായിട്ട് ഇതിന്റെ പിക്ചർ ഉണ്ടോ? ഇത് ബോണിന്റെ പിക്ചർ കണ്ടുണ്ടായിരിക്കും. ഇത്രയും വർഷം പഠിച്ച സമയത്ത് ബോണിന്റെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടോ? ഇത്രയും വർഷം പഠിച്ചപ്പോൾ എല്ലാവരും ബോണിന്റെ പിക്ചർ കണ്ടിട്ടുണ്ടോ? ആ ബോണിനകത്ത് ചെറിയ ഹോളുണ്ടോ? ആ ബോണിനകത്ത് ചെറിയ ഹോൾസ് കണ്ടിട്ടുണ്ടോ? ബോണിനകത്ത് ചെറിയ ഹോൾസ് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. സിമ്പിൾ ആ കാര്യം. ദ കോമ്പാക്ട് ദ ബോൺ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഹോൾ ഉണ്ടായിരിക്കുമോ? ദ കോമ്പാക്ട് ദ ബോൺ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഹോൾ ഉണ്ടായിരിക്കുമോ? ഇല്ല. ദ ബോണി ടിഷ്യൂ എടുത്ത് നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ഹോൾ പോലും കാണില്ല. ദ കോമ്പാക്ട് ബോൺ എന്ന് പറയുമ്പോൾ ഒരു ബോൺ എടുത്ത് കഴിഞ്ഞാൽ ദ കോമ്പാക്ട് ബോൺ എന്ന് പറയുമ്പോൾ ഒരു ബോൺ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഹോള് പോലും കാണില്ല. അങ്ങനെയുള്ള ബോൺ ടിഷ്യൂ വിളിക്കുന്നത് പെടെന്താ? ഒരു ബോൺ എടുത്ത് കഴിയുമ്പോൾ ഒരു ഹോള് പോലും കാണില്ലാത്ത ദ ബോൺ ടിഷ്യൂ വിളിക്കുന്നത് പെടെന്താ? ദ കോമ്പാക്ട് ബോൺ അല്ലേ. ദ കോമ്പാക്ട് ബോൺ മറക്കരുത്. ഒരു ബോൺ എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരു ഹോള് പോലും കാണില്ല. ഒരു ചെറിയ സുഷിരമല്ലേ, ചെറിയ സുഷിരം പോലും കാണില്ലാത്ത ബോൺ വിളിക്കുന്നത് എന്താ? കോമ്പാക്ട് ബോൺ ടിഷ്യൂ എന്ന് വിളിക്കാം. എന്തങ്ങനെ? സ്പേസ് കുറവാൻ കാരണമല്ലേ. സ്പേസ് കുറവാൻ കാരണം സെല്ലും ഫൈബേഴ്സ് അല്ലേ. ഇത് സെല്ലും ഫൈബേഴ്സ് എല്ലാം വളരെ ലൂസ് ആയിട്ടാണോ ടൈറ്റ് ആണിട്ടുള്ളത്? ഒരു സുഷിരം പോലും കാണാതാകില്ല എങ്കിൽ പറയാൻ കാരണം സെൽസും ഫൈബേഴ്സും വളരെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടല്ലേ. സെൽസും ഫൈബേഴ്സും എല്ലാം വളരെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ടാണ് ഒരു സുഷിരം പോലും കാണാതിരുന്നത് അല്ലേ. അങ്ങനെയുള്ള ബോണി ടിഷ്യൂ ഇപ്പൊ എന്താ? കോമ്പാക്റ്റിലെ കോമ്പാക്ട് എന്ന് പറയാം അല്ലേ. അല്ലേ ശരിയല്ലേ? അല്ലേടെ ഇവിടെയാണ് കേരള PSC എക്സാമിന് നിങ്ങൾ കഴിഞ്ഞ 2021, 2019, 2017, 2016 കേരള PSC എക്സാമിന് ക്വസ്റ്റ്യൻ കണ്ട ചോദ്യമുണ്ട്. അറിയാമെങ്കിലും ചോദ്യമുണ്ട്. ഇത് കോമ്പാക്ട് ബോണി ടിഷ്യൂവിന്റെ ഒരു സിംഗിൾ യൂണിറ്റിനെ വിളിക്കുന്ന പേരെന്താ? ഇവിടെയാണ് നിങ്ങൾ കഴിഞ്ഞ 4 എക്സാമിന് സ്ഥിരമായി കണ്ട ചോദ്യമുണ്ട്. ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് കോമ്പാക്ട് സിസ്റ്റത്തിന് വിളിക്കപ്പെടുന്ന കോമ്പാക്ട് സിസ്റ്റത്തിന്റെ ഒരു സിംഗിൾ യൂണിറ്റിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ആണ്. മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ആണ് സിംഗിൾ യൂണിറ്റ് എന്ന് വിളിക്കാം. എവിടെയെങ്കിലും പേര് സിമിലർ പേര് എവിടെയെങ്കിലും ആരെങ്കിലും ഒരു മൈക്രോസ്കോപ്പ് വെച്ച് കാണുമ്പോൾ എന്ന് വിളിക്കാം. ഇനിയും ഒറ്റ സിംഗിൾ യൂണിറ്റ്. ഇത് കോമ്പാക്ട് ബോണ്ടിന്റെ ഒറ്റ സിംഗിൾ യൂണിറ്റ്. ചോദിച്ചിട്ടുണ്ട്. ചോദ്യം പലപ്പോഴായിട്ട് കേരള PSC എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. അതുപോലെ കോമ്പാക്ട് ബോണിന്റെ കോമ്പാക്ട് ബോൺ ടിഷ്യൂവിന്റെ സിംഗിൾ യൂണിറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഓസ്റ്റിയോൺ ആണോ? ഓസ്റ്റിയോൺ ആണോ? ഓസ്റ്റിയോൺ. ഇനിയും 2, 3, 4,
5, 6, 7, 8, 10, 12, 16. ഇത്രേ ഉള്ളൂ. 20. പറയൂ എല്ലാവരും. ഒരു കോമ്പാക്ട് ബോണ്ടിന്റെ സിംഗിൾ യൂണിറ്റിനെ വിളിക്കുന്ന എന്താ? ഓസ്റ്റിയോൺ അല്ലേ? ഓസ്റ്റിയോൺ എന്ന് വിളിക്കുകയാണ്. ശരിയല്ലേ? ഓസ്റ്റിയോൺ അല്ലേ? ഓസ്റ്റിയോൺ അല്ലേ? അല്ലേ? ഈ ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്. ഈ ചോദ്യം പ്രീവിയസ് ചോദ്യം മറക്കരുത്. ഒരു കോമ്പാക്ട് ബോണ്ടിന്റെ സിംഗിൾ യൂണിറ്റ് വിളിക്കുന്നത് ഓസ്റ്റിയോൺ എന്ന് വിളിക്കുക. ഈ ഓസ്റ്റിയോൺ വിളിക്കുന്നുണ്ടോ? ഓസ്റ്റിയോണിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടോ? ഓസ്റ്റിയോണിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടോ? ഏതോ സിസ്റ്റമാണ്. ഏതോ ഒരു സിസ്റ്റമാണ്. പേരറിയാമോടെ? പേര് അതർ നെയിം പ്രീവിയസ് ചോദ്യമാണ്. ഹാവേഴ്സിയൻ സിസ്റ്റം. സിസ്റ്റം. ഈ ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് മൈക്രോസ്കോപ്പ് വെച്ച് ഒരു കോമ്പാക്ട് ബോണ്ടിന്റെ നോക്കുന്ന സമയത്ത് സിംഗിൾ യൂണിറ്റിനെ വിളിക്കുന്ന പേര് ചോദിക്കും. ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാവേഴ്സിയൻ സിസ്റ്റം എന്ന് വിളിക്കാം. ഈ ചോദ്യം കണ്ടുണ്ടായിരിക്കും. ഈ ചോദ്യം എക്സാം കണ്ടുണ്ടോ? എക്സാമിന് ഹാവേഴ്സ് സിസ്റ്റം ഉണ്ടോ? ആണെങ്കിലും ഒരു 6 വർഷത്തെ ഉണ്ടല്ലോ. ഉണ്ട്. 6 വർഷത്തെ എക്സാം ഉണ്ടല്ലോ ഇവിടെ. ചോദിക്കൂടെ ഇത് ബോണി ടിഷ്യൂന്റെ? കേട്ടിട്ടുണ്ട്. ചോദിക്കൂടെ ഇത് ബോണി ടിഷ്യൂന്റെ സ്മാളസ്റ്റ് യൂണിറ്റ് ഏതാ? ഒരു ബോണി ടിഷ്യൂന്റെ സ്മാളസ്റ്റ് മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ഏതാ? ഒരു ബോണി ടിഷ്യൂന്റെ സ്മാളസ്റ്റ് മൈക്രോസ്കോപ്പിക് യൂണിറ്റിന്റെ പേരെന്താ? ഒരു ബോണി ടിഷ്യൂന്റെ സ്മാളസ്റ്റ് മൈക്രോസ്കോപ്പിക് യൂണിറ്റിന്റെ പേരെന്താ? ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഓസ്റ്റിയോൺ എളുപ്പം പഠിക്കാം. അനദർ നെയിം ഹാവേഴ്സിയൻ സിസ്റ്റം അല്ലേ? ഹാവേഴ്സിയൻ സിസ്റ്റം വിളിക്കാം. വിളിച്ചൂടെ? ശരിയല്ലേ? കാരണം എന്താ? സെൽസും ഫൈബേഴ്സും വളരെ ടൈറ്റ് ആയിട്ടാണ് പാക്ക് ചെയ്തല്ലേ? സെൽസും ഫൈബേഴ്സും വളരെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു. ഒരു കോമ്പാക്ട് ബോണ്ട് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സ്മാളസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹാവേഴ്സിയൻ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഓസ്റ്റിയോൺസ് എന്ന് വിളിക്കാം. മറക്കരുത്. ഈ ഓസ്റ്റിയോൺസിന്റെ അനദർ നെയിം എന്താ? ഹാവേഴ്സിയൻ സിസ്റ്റം എന്ന് വിളിക്കുക അല്ലെ? മറക്കരുത്. അനദർ നെയിം ഓസ്റ്റിയോണിന്റെ അനദർ നെയിം എന്താ? ഹാവേഴ്സിയൻ. എക്സാമിന് ഈ ചോദ്യം കണ്ടിട്ട് ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? ഒരു ചെറിയ ബോൺ എടുക്കുന്നു. ചെറിയ ബോണിന് ശേഷം അതിന്റെ കട്ട് പോർഷൻ മൈക്രോസ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ബോൺ എടുക്കുന്നു. ഒരു ബോൺ കട്ട് ചെയ്ത് മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് അതിൽ ചെറിയൊരു യൂണിറ്റ് ഇല്ലേ? ഒരു ബോൺ കട്ട് ചെയ്ത് മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് അതിനകത്തുള്ള ചെറിയ യൂണിറ്റിനെ പറയുന്നത് അതല്ല ഇത്. ഒരു ബോൺ എടുത്ത് കട്ട് ചെയ്ത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് കാണപ്പെടുന്ന സ്മാളസ്റ്റ് യൂണിറ്റിനെ പറയുന്ന പേരെന്താ? പറഞ്ഞ്. ഒരു ബോൺ കട്ട് ചെയ്ത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് അതിനകത്ത് കാണപ്പെടുന്ന സ്മാളസ്റ്റ് യൂണിറ്റിനെ പറയുന്ന പേരെന്താ? ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാവേഴ്സ് സിസ്റ്റം അല്ലേ? മനസ്സിലായോ? അല്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഒരു ബോൺ കട്ട് ചെയ്ത് മൈക്രോസ്കോപ്പ് നോക്കുന്ന സമയത്ത് അതിനകത്ത് കാണപ്പെടുന്ന സ്മാളസ്റ്റ് യൂണിറ്റ്, മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് കാണപ്പെടുന്ന സ്മാളസ്റ്റ് യൂണിറ്റ് വിളിക്കുന്ന പേരാണ് ഹാവേഴ്സ് സിസ്റ്റം അല്ലെങ്കിൽ ഓസ്റ്റിയോൺ എന്ന് വിളിക്കാം. അതായത് ഒരു കോമ്പാക്ട് ബോണ്ടില്ലേ, ഒരു കോമ്പാക്ട് ബോണ്ട് ടിഷ്യൂ എടുത്ത് കട്ട് ചെയ്ത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ കാണപ്പെടുന്ന സ്മാളസ്റ്റ് യൂണിറ്റ് ആണ് എന്ത് വിളിക്കുന്നത്? ഹാവേഴ്സ് സിസ്റ്റം അല്ലെങ്കിൽ ഓസ്റ്റിയോൺ എന്ന് വിളിക്കുന്നത്. ഒരു ചോദ്യമുണ്ട്, അവിടെയാണ് ചോദ്യം ഉള്ളത്. സംശയം വരാം. ഇത് ബ്ലഡ് വെസൽ അല്ലേ? ഇത് ബ്ലഡ് വെസലും അത് നെർവ്സും അത് പാസ് ചെയ്യുന്ന വഴി ഏതാ? ബ്ലഡ് വെസലും ആൻഡ് നെർവ്സും പാസ് ചെയ്ത് പോകുന്ന വഴി ഏതാ? അത് ഏത് വഴി പോകുന്നത്? ബ്ലഡ് വെസലും ആൻഡ് നെർവുകളും പാസ് ചെയ്ത് പോകുന്ന വഴി ഏതാ? ചോദ്യം വരും. ഏതാണ്? ബ്ലഡ് വെസലും ആൻഡ് നെർവുകളും പാസ് ചെയ്ത് പോകുന്ന വഴി ഏതാണ്?
ഹാവേർഡ് സിസ്റ്റം ആണോ? ഹാവേർഡ് ആണോ? ഓസ്റ്റ്യൂൺ ആണോ? ഓസ്റ്റ്യൂൺ ആണോ? എസ് ഓർ നോ? എസ് ഓർ നോ? ആണോ? എസ് ഓർ നോ? അടുത്ത സംശയം വരുന്ന ഭാഗമാണ്. അടുത്ത സംശയം വരുന്ന ഭാഗമാണ്. ഓസ്റ്റ്യൂൺ വഴിയാണോ ദ ബ്ലഡ് വെസലും ആൻഡ് ദ നെർവ്സും കടന്നു പോകുന്നത്? ബോഡിക്കകത്ത് ഓസ്റ്റ്യൂൺ വഴിയാണോ ദ നെർവ്സും ആൻഡ് ദ ബ്ലഡ് വെസലും കടന്നു പോകും? അല്ല, അറിയില്ല. കാരണം എന്താ? അറിയില്ല, പഠിച്ചിട്ടില്ല. ഈ നമ്മൾ ദ പെരിയോസ്റ്റം പഠിച്ചില്ലേ? ദ പെരിയോസ്റ്റം പഠിച്ചില്ലേ? ആ പെരിയോസ്റ്റത്തിന് ഇത് ട്രാൻസ്വേഴ്സ് ആയിട്ട് പെനട്രേറ്റ് ചെയ്യുന്നത്, ഇത് കുത്തനെയായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒരു കുത്തനെ രീതിയിൽ ദ ട്രാൻസ്വേഴ്സ് കടന്നു പോകുന്നതാണ്. ആർക്കറിയാം? ഇത് ഓക്സ്മാൻസ് കനാൽ കേട്ടുണ്ടോ? ഇത് ഓക്സ്മാൻസ് കനാൽ, ഓക്സ്മാൻസ് കനാൽസ് കേട്ടോണ്ടെങ്കിൽ കേട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഓക്സ് കനാൽ ഉണ്ട്, ഉണ്ട്, ഉണ്ടല്ലോ അവിടെ. ഓക്സ്മാൻ കനാൽ, ഓക്സ്മാൻസ് കനാൽ. ഓസ്റ്റ്യൂൺ എന്നതിൽ കട്ട് പോർഷൻ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് സെൻട്രലിലൂടെ താഴോട്ട് പോകുന്ന ആരാ? ഒരു പറഞ്ഞെന്താണ്, ഒരു 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 ബോണി ടിഷ്യൂടെ കട്ട് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ സെൻട്രലിലൂടെ താഴോട്ട് കടന്നു പോകുന്ന ബ്ലഡ് വെസലും ആളുടെ നെർവ്സും അല്ലേ? അല്ലേ? ഇത് ബ്ലഡ് വെസലും ആ നെർവ്സും എന്താണ് താഴോട്ട് ട്രാൻസ്വേഴ്സ് ആയിട്ട് കടന്നു പോകുന്നത് പാത്വേ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ബ്ലഡ് വെസലും ആൻഡ് നെർവ്സും ട്രാൻസ്വേഴ്സ് ആയിട്ട് കടന്നു പോകുന്ന ആ ഒരു കനാലിനെ വിളിക്കുന്ന പേരെന്താ? ഓക്സ്മാൻസ് കനാലിലെ ദ ബ്ലഡ് വെസലും ആൻഡ് ദ നെർവ്സും ട്രാൻസ്വേഴ്സ് ആയിട്ട് കടന്നു പോകുന്ന ആ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരെന്താ? ഓക്സ്മാൻസ് കനാൽ. ശരിക്കും പറഞ്ഞാൽ കേരള PSC എക്സാമിന് പോയിട്ട് ഇന്ന് കോളേജ് ഓഫ് നഴ്സിംഗിൽ പോലും ഇത് പഠിച്ചതായിട്ട് ആർക്കും ഓർമ്മയില്ല. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ കേരള PSC എക്സാമിന് പോയിട്ട് ഇന്ന് കോളേജ് ഓഫ് നഴ്സിംഗിൽ പോലും ഇത് പഠിച്ചതായിട്ട് ഒരാൾക്കും ഓർമ്മയില്ല. റൈറ്റ് ഓർമ്മ? ഒരാൾക്ക് പോലും. ശരിയല്ലേ? ഇതേ സംഭവം നിങ്ങൾ വേറെ എവിടെയും പഠിക്കാൻ പോലും ശരി, ഈ പറഞ്ഞ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി இந்த മസ്കുലർ സ്കെൽറ്റൽ സിസ്റ്റം പഠിപ്പിക്കുമ്പോൾ ആക്സിയൽ ഇത്രയുണ്ട്, അപ്പൻഡിക്കുലർ ഇത്രയുണ്ട്, സ്കൾ ഇത്രയുണ്ട്, ആ ബോൺ ഇത്രയാണ്, ഇത് വെർട്ടിബിൾ ഇത്രയാണ്, അത് മാത്രം പഠിച്ചാൽ മതിയോ? അത് മാത്രം പഠിച്ചാൽ മതിയോ? മസ്കുലർ സ്കെൽറ്റലിനകത്ത് അത് മാത്രം പഠിച്ചാൽ പോരാ. നമുക്ക് അതിന് പുറമേ ആയിട്ട് കുറെ കാര്യം പഠിക്കാനുണ്ട്. ഈ ചോദ്യം ചോദിക്കും. ഹാർവേസ്റ്റ് സിസ്റ്റം പ്രീവിയസ് ചോദ്യമാണ്. ദ മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ഓഫ് കോമ്പാക്ട് ബോൺ ഈസ് കാൾഡ് ആസ് എന്താ? ദ മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ഓഫ് കോമ്പാക്ട് ബോൺ ഈസ് കാൾഡ് എന്താ? ചോദിക്കും. ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാർവേസ്റ്റ് സിസ്റ്റം. അതുപോലെ തന്നെ ചോദ്യം വരും. ഇത് പെരിയോസ്റ്റത്തിനകത്ത് ദ ബ്ലഡ് വെസലും ആൻഡ് ദ നെർവ്സും പെനട്രേറ്റ് ചെയ്ത് ട്രാൻസ്വേഴ്സ് ആയിട്ട് കടന്നു പോകുന്ന ആ പാത്വേ അല്ലെങ്കിൽ ആ കനാലിന്റെ പേരെന്താ? പെരിയോസ്റ്റത്തിലൂടെ ബ്ലഡ് വെസലും ആൻഡ് നെർവ്സും ട്രാൻസ്വേഴ്സ് ആയിട്ട് താഴോട്ട് കടന്നു പോകുന്ന പാത്വേ ഏതാ? ഓക്സ്മാൻ കനാലിലെ. ഓക്സ്മാൻ കനാലിലെ കിട്ടിയോ? കിട്ടിയോ? സെൻട്രലിലൂടെ, സെൻട്രൽ പാത്തൂടെ അല്ലെ? സെൻട്രൽ സെൻട്രലിലൂടെ ബ്ലഡ് വെസലും നെർവുകളും ട്രാൻസ്വേഴ്സ് ആയിട്ട് കടന്നു പോകുന്ന കനാലിനെ വിളിക്കുന്ന പേരെന്താ? സെൻട്രലിലൂടെ ബ്ലഡ് വെസലും നെർവ്സും കടന്നു പോകുന്ന ട്രാൻസ്വേഴ്സ് ആയിട്ട് പോകുന്ന ആ കനാലിനെ വിളിക്കുന്ന പേരെന്താ? ഓക്സ്മാൻസ് കനാലാണോ ഹാവേഴ്സ് സിസ്റ്റമാണോ? വ്യത്യാസം മനസ്സിലാക്കണം. ഓക്സ്മാൻ കനാലിലെ, ഓക്സ്മാൻസ് കനാലിലെ, ഓക്സ്മാൻ കനാലിലെ മറക്കരുത്. ചോദ്യം വരും. ഒരു ഇതൊരു ബോണി ടിഷ്യൂവിന്റെ സ്മാളസ്റ്റ് യൂണിറ്റ് ആരാ? ഹാവേഴ്സ് സിസ്റ്റം അല്ലേ? ഒരു ബോണി ടിഷ്യൂവിന്റെ മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ആരാ? ഓസ്റ്റിയോൺ അല്ലെങ്കിൽ ഹാവേഴ്സ് സിസ്റ്റം.
അല്ലേ? വ്യത്യാസം മനസ്സിലാക്കണം. ഇനി പെരിയോസ്റ്റിയത്തിലൂടെ ബ്ലഡ് വെസലും അത് നെർവ്സും ട്രാൻസ്വേഴ്സ് ആയി കടന്നു പോകുന്നത് പാത്ത് വിളിക്കുന്നത് പാത്വേ, വഴി പാത്വേ എന്ന് വിളിക്കാം. ഹാവേഴ്സൻ കനാലാണോ ഓക്സ്മാൻ കനാലാണോ? തെറ്റിക്കും. ഓക്സ്മാൻസ് അല്ലേ? ഓക്സ്മാൻസ് കനാൽ. ഇത്ര ക്ലിയർ? മറക്കരുത്. ചോദ്യം വരും. എന്താണ് സെൻട്രലിലൂടെ പോയാൽ എന്ത് വിളിക്കാം? സെൻട്രലിലൂടെ പാസ്സായി എന്ന് വിളിക്കാം. ഇത് ഓക്സ്മാൻ ആണോ ഹാവേഴ്സൺ ആണോ? സെൻട്രൽ ഭാഗത്തൂടെ പോയാൽ ഓക്സ്മാൻ അല്ലേ? സെൻട്രൽ ഭാഗത്തുകൂടെ പോയാൽ ഓക്സ്മാൻ. ഇനി ഇത് ലോഞ്ചിറ്റ്യൂൾ ആണെങ്കിലോ? ലോഞ്ചിറ്റ്യൂൾ പോയെന്ന് വിളിക്കാടെ, ലോഞ്ചിറ്റ്യൂൾ കനാലിലോട്ട് പോയെന്ന് വിളിക്കാടെ. ആലോചിച്ച് പോ. സെൻട്രലാണെങ്കിൽ ഹാവേഴ്സൻ ആണോ? അല്ല, ഓക്സ്മാൻ അല്ലേ? സെൻട്രൽ ആരാടെ? സെൻട്രലിലൂടെ പോയാലായിരിക്കും ഓക്സ്മാൻ അല്ലേ? ആലോചിച്ച് പറയുക. സെൻട്രലിലൂടെ ഓക്സ്മാൻ അല്ലേ? അതേ സമയത്ത് ലോഞ്ചിറ്റ്യൂഡിൽ ആരാ? സൈഡിലോട്ട് പോകുന്ന ആരായിരിക്കും? ഹാവേഴ്സൻ അല്ലേ? സൈഡ് ഭാഗത്തൂടെ പോകുന്ന ആരായിരിക്കും? ഹാവേഴ്സനാണ്. താഴോട്ട് പോയാൽ ഓക്സ്മാൻ, സൈഡ് ഭാഗത്തൂടെ പോയാൽ ആരായിരിക്കും? ഹാവേഴ്സനുമാണ്. മറക്കരുത്. ചോദിക്കട്ടെ. ചോദ്യം ഇതായിരിക്കും. ലോഞ്ചിറ്റ്യൂൾ കനാൽ പോകുന്നത്, ആ കനാൽ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ലോഞ്ചിറ്റ്യൂൾ കനാൽ പോകുന്നതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? പ്രീവിയസ് ചോദ്യമാണ്. ഞാൻ മലയാളത്തിൽ പറയുകയാണ്. ലോഞ്ചിറ്റ്യൂഡിലായിട്ട് കനാലിൽ പോയാൽ ആ കനാലിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഹാവേഴ്സൺ അല്ലേ? എങ്കിൽ വീണ്ടും ചോദ്യം, ഹാവേഴ്സൺ കനാലിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? സെൻട്രൽ കനാലാണോ ലോഞ്ചിറ്റ്യൂഡിലാണോ? വീണ്ടും ചോദ്യം, ഹാവേഴ്സൺ കനാലിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? സെൻട്രലാണോ ലോഞ്ചിറ്റ്യൂഡിലാണോ? സെൻട്രൽ. ഇതൊരു ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാൻ വളരെ പാടാത്ത ടോപ്പിക് അല്ലേ? ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഹാവേഴ്സനും ഓക്സ്മാനും കൺഫ്യൂഷൻ ആവും. ഇപ്പോഴറിയാം. സെൻട്രലിലൂടെ പോയാല് പറഞ്ഞു പഠിക്കും. സെൻട്രലിലൂടെ പോയാല് ഓക്സ്മാൻ കനാൽ. ശരി, ഇല്ലേ? 65 പേരുണ്ട്. സെൻട്രലിലൂടെ പോരാ ഓക്സ്മാനിലെ. അതേസമയം ട്രാൻസ്വേഴ്സ് ആയിട്ട് താഴോട്ട് പോയാലേ ഹാവേഴ്സ്. ഇത്ര ക്ലിയറല്ലോ? യെസ്. എന്റെ വീണ്ടും ചോദ്യമുണ്ട്. ഇനി വരാൻ പോകുന്ന എക്സാമിൽ ചോദിക്കുന്ന ചോദ്യം കൂടെ ഉണ്ട്. ഇത് ഓസ്റ്റിയോണിന്റെ ട്രാൻസ്വേഴ്സ് ആയി ആ പോകുന്ന കനാലിനകത്ത് ബ്ലഡ് വെസലുണ്ട്, നെർവ്സ് ഉണ്ട്, എല്ലാം കൂടി കടന്നു പോയത് വിളിക്കാം. ഓസ്റ്റിയോണിന്റെ സെൻട്രലിലൂടെ കടന്നു പോകുന്ന കനാലിനകത്ത് ബ്ലഡ് വെസലുണ്ട്, നെർവ്സ് ഉണ്ട്, എങ്കിൽ ആ കനാലിനെ വിളിക്കുന്ന പേരെന്താ? ചോദ്യം വരും. ഓസ്റ്റിയോണിന്റെ സെൻട്രലിലൂടെ കടന്നു പോകുന്ന കനാലുണ്ട്, അതിനകത്ത് ബ്ലഡ് വെസൽ കടന്നു പോകുന്നുണ്ട്, നെർവ്സ് കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ കനാൽ വിളിക്കുന്നത് ഓക്സ്മാൻ കനാൽസ് അല്ലേ? ഓക്സ്മാൻ കനാൽസ്. രണ്ടാമത്തെ ചോദ്യം, ഓക്സ്മാൻ കനാലിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഓക്സ്മാൻ കനാലിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? സെൻട്രൽ കനാൽ. മറക്കരുത്. മൂന്നാമത്തെ ചോദ്യം, ട്രാൻസ്വേഴ്സ് ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ആരാ? ഓക്സ്മാൻ ആണോ? ആരായിരിക്കും ട്രാൻസ്വേഴ്സ് ആയിട്ട്? ഓക്സ്മാനിലെ
അല്ലേ? അല്ലേ? മൂന്നാമത്തെ ചോദ്യം, രണ്ട് ഓസ്റ്റിയോൺ ഇല്ലേ നമ്മുടെ ബോഡിക്ക്, അത് രണ്ട് ഓസ്റ്റിയോൺ ഉണ്ടെങ്കിൽ രണ്ട് ഓസ്റ്റിയോണിനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ട് ഓസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സെൻട്രൽ കനാലിനെ വിളിക്കപ്പെടുന്ന രണ്ട് ഓസ്റ്റിയോൺ തമ്മിൽ സെൻട്രൽ ഭാഗത്ത് എന്ന് വിളിക്കാം, എന്ന് വിളിക്കാം. രണ്ട് ഓസ്റ്റിയോൺ തമ്മിൽ കണക്ട് ചെയ്യുന്ന സെൻട്രൽ കണക്ട് ചെയ്യുന്ന ഹാവേഴ്സ് സിസ്റ്റം അല്ലേ? രണ്ട് ഓസ്റ്റിയോൺ തമ്മിൽ സെൻട്രലി കണക്ട് ചെയ്യുന്ന ആരാ? രണ്ട് ഓസ്റ്റിയോൺ തമ്മിൽ സെൻട്രലി കണക്ട് ചെയ്യുന്ന ആരാ? ചോദ്യം വരും, രണ്ട് ഓസ്റ്റിയോൺ തമ്മിൽ സെൻട്രലി കണക്ട് ചെയ്യുന്ന ആരാ? ചോദ്യം വരും, രണ്ട് ഓസ്റ്റിയോൺ തമ്മിൽ സെൻട്രലി കണക്ട് ചെയ്യുന്ന ആരാ? ഹാവേഴ്സിംഗ് കനാൽ. രണ്ട് ഓസ്റ്റിയോൺ തമ്മിൽ ട്രാൻസ്വേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ആരാ? വീണ്ടും ചോദ്യം വരും, രണ്ട് ഓസ്റ്റിയോൺ തമ്മിൽ ട്രാൻസ്വേഴ്സ് ആയിട്ട് കണ്ടുന്നവരാ? ഓക്സ്മാനിലെ. ഇനി മറക്കൊരു കാര്യം, രണ്ട് ഓസ്റ്റിയോൺ തമ്മിൽ ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ ഓക്സ്മാനും, രണ്ട് ഓക്സിജൻ തമ്മിൽ സെൻട്രൽ ആണെങ്കിൽ എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ഹാവേഴ്സ്. ഹാവേഴ്സ്. ക്ലിയർ ആയോ? ക്ലിയർ? പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കും, പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കും. ഇവിടെ നിന്ന് ഇതുവരെയായിട്ട് കേരള PSC എക്സാം പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ്. ഹാവേഴ്സിംഗ് കനാൽ എന്ന് പറയുന്നത് അത് ഇവിടെ കാണാം. ആർക്ക് പറയാം? ഹാവേഴ്സിംഗ് കനാൽ എന്ന് പറയുന്നത് കാണപ്പെടുന്ന ഇവിടെ. ഹാവേഴ്സിംഗ് കനാൽ എന്ന് പറയുന്നത് കാണപ്പെടുന്നത് എവിടെ? ചോദ്യം പ്രീവിയസ് എക്സാമിന്റെ ചോദ്യമാണ്. ഹാവേഴ്സിംഗ് കനാൽ എന്ന് പറയുന്നത് കാണപ്പെടുന്ന എവിടെ? ആര് പറയും? ഇത് ബോൺസ് അല്ലേ? ബോൺസ് അല്ലേ? ഉത്തരം കാണണ്ട, ബോൺസ് അല്ലേ? ഹാവേഴ്സിംഗ് കനാൽ എന്ന് പറയുമ്പോൾ കാണപ്പെടുന്ന എവിടെ? ബോൺസ് അല്ലേ? അല്ലേ? ഫ്രീ ചോദ്യമാണ്. ഹാവേഴ്സിംഗ് കനാൽ എന്ന് പറയുന്നത് കാണപ്പെടുന്നത് എവിടെയും ചോദിച്ച ബോൺസ് അല്ലേ? അടുത്ത ചോദ്യം, ഇത് വോക്സ്മാൻ കനാൽ എവിടെ കാണും? അടുത്ത ചോദ്യം, ഇത് വോക്സ്മാൻ കനാൽ എവിടെ കാണും? സിമ്പിൾ ചോദ്യമാ. അതും ബോണല്ലേ? അതും ബോണല്ലേ? മറക്കരുത്. ഹാവേഴ്സിംഗ് കനാൽ എവിടെയും ചോദിച്ചാലും വോക്സ്മാൻ കനാൽ എവിടെയും ചോദിച്ചാലും ഉത്തരം എന്താ? ബോൺസ് അല്ലേ? ബോൺസ് അല്ലേ? വീണ്ടും മൂന്നാമത്തെ കേരള PSC എക്സാം ചോദ്യം, വോക്സ്മാൻ കനാൽ അതിനകത്ത് എന്താ ഉള്ളത്? മൂന്നാമത്തെ ചോദ്യം, ഇത് വോക്സ്മാൻ കനാലിനകത്ത് എന്താ ഉള്ളത്? ബ്ലഡ് വെസലും ആൻഡ് നെർവും ഉള്ള എവിടെയാ? ബ്ലഡ് വെസലും ആൻഡ് നെർവും ഉള്ള എവിടെയാ? വോക്സ്മാനകത്താണോ ഹാവേഴ്സിനകത്താണോ? ചോദ്യം വരും. ബ്ലഡ് വെസലും ആൻഡ് നെർവ്സും ഉള്ള എവിടെയാ? 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 വോക്സ്മാനിലെ. ഇതൊക്കെ ഈ പേരൊക്കെ ഇത്രയും വർഷമായിട്ട് നമുക്ക് അറിയാമെങ്കിലും നമ്മൾ പഠിക്കാൻ ശ്രമിക്കാത്ത പേരല്ലേ. കാരണം എന്താ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പാടാണ് ചിന്തയല്ലേ, എനിക്ക് മറന്നുപോകും. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പാടാണ്, ടഫാണ്, മറന്നു പോകും. മനസ്സിലായോ? 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 എങ്കിൽ പറഞ്ഞേ, സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ കോമ്പാക്ട് ബോൺ. സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ കോമ്പാക്ട് ബോൺ. ഓസ്റ്റിയോൺ. ഓസ്റ്റിയോൺ മറ്റൊരു പേരെന്താ? ഓസ്റ്റിയോൺ മറ്റൊരു പേരെന്താ? ഹാവേഴ്സ് സിസ്റ്റം അല്ലേ? ഹാവേഴ്സ് സിസ്റ്റം അല്ലേ? 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 പറയല്ലേ? പഠിക്കേ, ചില പഠിക്കണം. ഇനി ഇതേ ബോണിലൂടെ ലോഞ്ചിറ്റ്യൂൾ കനാൽ പോയി വിളിക്കുന്ന പേരെന്താ? ഇതേ ബോൺസിലൂടെ ലോഞ്ചിറ്റ്യൂൾ കനാൽസ് പോയി വിളിക്കുന്ന പേരെന്താ? ഇതേ ബോൺസിലൂടെ ലോഞ്ചിറ്റ്യൂൾ കനാൽസ് പോയി വിളിക്കുന്ന പേരെന്താ? ആവേഴ്സ് അല്ലേ? ആവേഴ്സ് അല്ലേ? അതേസമയം ട്രാൻസ്ഫേഴ്സ് ആയാലോ? സെൻട്രൽ അല്ലെങ്കിൽ ഹാവേഴ്സ് ആണ്. അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് ആണെങ്കിലോ? ട്രാൻസ്ഫേഴ്സ് ആണെങ്കിലും എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? ഓക്സ്മാൻ. ക്ലിയർ ആയോ? ചോദ്യം ചോദിക്കും. ഇവിടെ ഇത് ചോദ്യമുണ്ട്, ഇവിടെ ചോദ്യമുണ്ട്.
ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് ദ കോമ്പാക്ട് ബോൺ ഈസ് കോൾഡ് ആസ്. ഇവിടെ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് സിംഗിൾ യൂണിറ്റ് ഓഫ് കോമ്പാക്ട് ബോൺ ഈസ് കോൾഡ് എന്താ. ഇവിടെ നിന്ന് പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ് സിംഗിൾ യൂണിറ്റ് ഓഫ് കോമ്പാക്ട് ബോൺ ഈസ് കോൾഡ് എന്താ. ഇവിടെ നിന്ന് കേരള PSC എക്സാമിന് പ്രീവിയസ് ചോദ്യമാണ് സിംഗിൾ യൂണിറ്റ് ഓഫ് കോമ്പാക്ട് ബോൺ എന്താ. ഓസ്റ്റോൺ അല്ലേ, ഓസ്റ്റോൺ അല്ലേ, ഓസ്റ്റോൺ അല്ലേ. സിംഗിൾ യൂണിറ്റ് ഓഫ് കോമ്പാക്ട് ബോൺ, സിംഗിൾ യൂണിറ്റ് ഓഫ് കോമ്പാക്ട് ബോൺ ഏതാ. കോമ്പാക്ട് ബോണിന്റെ സിംഗിൾ യൂണിറ്റ് എന്ന് പറയുക. ചോദ്യം ആരാടെ 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 ഓസ്റ്റോൺ. ആണോ 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 അടുത്ത സൺഡേ കുറച്ച് സ്കൂൾ പഠിക്കാമോ? അടുത്ത സൺഡേ ഈവനിങ് 6 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമോ? സൺഡേ ഈവനിങ് 6 to 9 സ്റ്റാർട്ട് ചെയ്യാമോ? സൺഡേ ഈവനിങ് സൺഡേ 6 to 9, 6, 7, 8, 9. അതോ സമയത്ത് വ്യത്യാസം വേണം? സമയത്തിൽ വ്യത്യാസം വേണം. സമയം 8 മണി വേണം, 8, 7 വേണം, 8, 7 വേണം, 8 മതിയോ എല്ലാവർക്കും? സമയം 8 to 11 മതിയോ? കാരണം ജോലി, ഫാമിലി, കുട്ടികൾ ഉള്ളതാണോ? ആണോടെ ജോലി, ഫാമിലി, കുട്ടികൾ ആണോ? ഓക്കെ, അപ്പൊ 8 മണിയെ 8 മണി മറക്കരുത്, 8 മണി. ഓക്കെ, നെക്സ്റ്റ്. അപ്പം ഫസ്റ്റ് ഇയർ പോണതാ ഇത് കോമ്പാക്ട് പഠിച്ചു. ഫസ്റ്റ് പറഞ്ഞത് കോമ്പാക്ട് ബോണിനെ കുറിച്ച് മനസ്സിലായല്ലോ. കോമ്പാക്ട് ബോണിനകത്ത് എന്തൊക്കെ വരുമെന്നും ഏതൊക്കെ സിസ്റ്റം വരുമെന്നും മനസ്സിലായല്ലോ. ഫസ്റ്റ് പറഞ്ഞു തന്നത് കോമ്പാക്ട് ബോണിനെ കുറിച്ച് മനസ്സിലായല്ലോ. എല്ലാവർക്കും കോമ്പാക്ട് ബോൺ സിസ്റ്റം ആയോ ആയോ ആയി. ഫസ്റ്റ് വരുന്നത് കോമ്പാക്ട് മെഴ്സർ, സെക്കൻഡ് ആയിരിക്കും സ്പോഞ്ചി ബോൺ അല്ലേ. ഫസ്റ്റ് ഇത് കോമ്പാക്ട് ബോൺ മനസ്സിലായെങ്കിൽ സെക്കൻഡ് വരുന്ന ആളായിരിക്കും സ്പോഞ്ചി ബോൺ. എന്താ സ്പോഞ്ചി? സ്പോഞ്ചി സ്പോഞ്ചി ബോൺ ഇവന് വേറെ പേരുണ്ടോ? ഉണ്ടോ ഉണ്ടോ? വേറെ പേരുണ്ടോ? വേറെ പേരുണ്ടോ? ആർക്ക് പറയാം? anyone? ആ ആ ഉണ്ടോ? ഉണ്ട്. എന്താ പേരെന്താ? ക്യാൻസറസ് ബോൺ. ഓക്കെ ഓക്കെ ഓക്കെ. ചോദിക്കട്ടെ, ഇതേ ഹാർവേർഡ് സിസ്റ്റം അല്ലേ? ഇതേ ഹാർവേർഡ് സിസ്റ്റത്തിൽ ഇവിടെ ഓസ്റ്റ്യൂൺ ഇല്ലാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരെന്താ? നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ ഹാർവേർഡ് സിസ്റ്റത്തിൽ ഓസ്റ്റ്യൂൺ ഇല്ലാത്തൊരു കണ്ടീഷൻ വിളിക്കുന്ന പേരെന്താ? അല്ലെങ്കിൽ ആ ബോണിനെ വിളിക്കുന്ന പേരെന്താ? ഹാർവേർഡ് സിസ്റ്റത്തിൽ ഓസ്റ്റ്യൂൺ ഇല്ലാത്ത ബോൺസിന് നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? ഹാർവേർഡ് സിസ്റ്റത്തിൽ ഓസ്റ്റ്യൂൺ ഇല്ലാത്ത ബോൺസിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? ചോദ്യം ഒരു സ്പോഞ്ചി ബോണല്ലേ. ഹാർവേർഡ് സിസ്റ്റത്തിൽ ഓസ്റ്റ്യൂൺ ഇല്ലാത്ത ബോൺസിനെല്ലാം കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? സ്പോഞ്ചി ബോണല്ലേ, സ്പോഞ്ചി ബോണല്ലേ. ഹാർവേർഡ് സിസ്റ്റത്തിൽ ഓസ്റ്റ്യൂൺ ഒന്നും തന്നെ ഇല്ല എങ്കിൽ അവയെ കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? സ്പോഞ്ചി ബോണല്ലേ. അതായത് സ്പേസ് മാത്രമേ ഉള്ളൂ, ബോൺസ് ഇടയ്ക്ക് കുറെ സ്പേസ് മാത്രമേ ഉള്ളൂ. ആലോചിച്ച് പറയുക, ബോൺസ് ഇടയ്ക്ക് കുറെ സ്പേസ് മാത്രമേ ഉള്ളൂ. ആ സ്പേസിനെ നിങ്ങൾ പറയുന്ന പേരുണ്ട്, കുറെ ഹോൾസ് എന്നും സ്പോറുകളെന്നും. ഓർമ്മയുണ്ടോ? സ്പോറുകളെന്നോ ഹോൾസ് എന്നോ സ്പേസ് എന്നോ ദ പോർട്സ് എന്ന് പറയാറുണ്ടോ? ഉണ്ടോടെ ഉണ്ടോടെ ഹോൾസ് എന്നോ സ്പേസസ് എന്നോ ദ പോർട്സ് എന്നോ പറയാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? എങ്കിൽ മറക്കരുത്,
ഹാവേഴ്സ് സിസ്റ്റത്തിൽ ഈ പറഞ്ഞ ഓസ്റ്റ്യൂൺ ഇല്ലാത്ത ബോൺസിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? ഞാൻ നിർത്തി സ്റ്റോപ്പ് ഇട്ട് പറയാൻ കാരണം ഈ ചോദ്യം ചോദിക്കും. സ്പോഞ്ചി ബോൺ. സ്പോഞ്ചി ബോണിന്റെ പ്രത്യേകത എന്താ? അവിടെ കുറെ ഹോൾസും സ്പോർസും ഉണ്ടോടെ, സ്പേസും ഉണ്ടോടെ? ഉണ്ട് 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 ഉണ്ടോടെ? ഉണ്ട് ഉണ്ടോടെ? ഉണ്ടോടെ? ഉണ്ട്. അങ്ങനെയാണെങ്കിലേ ഈ സ്പോർട്സും സ്പേസും എന്നത് ബോൺസിനും അത് ബോൺ വയറുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്പേസും സ്പോർട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗം ഏതാ? ബോൺ മേരമാണോ? ബോൺ മേരമാണോ? അങ്ങനെയുള്ള സ്പോർട്സും ഈ പറഞ്ഞ ഗ്യാപ്പും എല്ലാം ഉള്ള ബോൺ മേരുണ്ടോ? ബോൺ മേരുണ്ടോ? ഉണ്ടോ? സ്പോറുകളും സ്പേസുകളും ഹോൾസുകളും എല്ലാം അടങ്ങിയ ബോൺ മേരയാണോ? സംശയം വരാം. ആണോ? എല്ലാം പറഞ്ഞ ആണോ? ആണ് 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 എങ്കിൽ ബോൺ മാരോ ഇരിക്കുന്നത് സ്പോഞ്ചി ബോണിന്റെ സ്പേസിലാണ്. ചോദ്യം വരും, നമ്മുടെ ബോഡിക്കകത്തുള്ള ബോൺ മാരോ ഇരിക്കുന്നത് സ്പോഞ്ചി ബോണിലാണോ കോംപാക്റ്റിലാണോ? അതാണ് ചോദ്യം. നമ്മുടെ ബോഡിക്കകത്തുള്ള ബോൺ മാരോ ഇരിക്കുന്നത് സ്പോഞ്ചിക്കകത്താണോ കോംപാക്റ്റിനകത്താണോ? നല്ല ടൈറ്റ് ആയിട്ടാണോ സ്പോഞ്ചി ആയിട്ടാണോ? സ്പോറുകളാണോ? സ്പോഞ്ചി അല്ലേ? അപ്പൊ മറക്കരുത്, സ്പോഞ്ചി ബോണിനകത്താണ് എപ്പോഴും ബോൺ മാരോ ഇരിക്കും. മറക്കരുത്. പ്രീവിയസ് കേരള PC എക്സാം ചോദ്യമാണ്. ബോൺ മാരോ ഇരിക്കുന്ന എവിടെയാ? സ്പോഞ്ചിക്കകത്താണോ കോംപാക്റ്റിനകത്താണോ? ചോദ്യം വരും. ബോൺ മാരോ ഇരിക്കുന്നത് സ്പോഞ്ചി ബോണിനകത്താണോ കോംപാക്ട് ബോണിനകത്താണോ? ചോദ്യം വരും. ബോൺ മാരോ ഇരിക്കുന്നത് സ്പോഞ്ചി ബോണിനകത്താണോ കോംപാക്ട് ബോണിനകത്താണോ? സ്പോഞ്ചി ബോൺ അല്ലേ? സ്പേസ് ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്, സ്ഥലമുണ്ട്, ശരിയല്ലേ? സ്പേസ് ഇല്ലേ? അവ ടൈറ്റ് അല്ല അത് ശരിയല്ലേ? കോംപാക്ട് പോലെ ടൈറ്റ് അല്ല, സ്പേസ് ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്, ശരിയല്ലേ? അല്ലേ? വീണ്ടും ചോദ്യം ഇതാണ്, റെഡ് ബോൺ മാൻ ഇരിക്കുന്നത് കോംപാക്ട് ബോണിനകത്താണോ സ്പോഞ്ചി ബോണിനകത്താണോ? വീണ്ടും ചോദ്യം കേരള PC എക്സാം പ്രീവിയസ് ചോദ്യം ഇതാണ്, റെഡ് ബോൺ മാരോ ഇരിക്കുന്നത് സ്പോഞ്ചി ബോണിനകത്താണോ കോംപാക്റ്റിനകത്താണോ? സ്പോഞ്ചി. ഇത് ഇത്രയും വർഷം മസ്കുലോ പഠിച്ചപ്പോൾ ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല എന്ന് ആൾക്കാർ കണ്ടോ? ഇത്രയും വർഷം പഠിച്ചിട്ട് മസ്കുലോ പഠിച്ചപ്പോൾ ഞാൻ ഇതൊന്നും സ്പോഞ്ചിയും പഠിച്ചിട്ടില്ല, കോമ്പാക്ട് പഠിച്ചിട്ടില്ല. ശരിയല്ലേ? സത്യമല്ലേ? ആണ്. വളരെ ഉണ്ട്, എനിക്കറിയാം, വളരെ ഉണ്ട്. കാരണം ഇത്രയും ഡീപ്പായിട്ട് ആരും പഠിക്കാറില്ല. ആരും പഠിക്കാറില്ല. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ കുട്ടികളെയും റാങ്കിലോട്ട് കൊണ്ടുപോവുക. അല്ലാതെ ചുമ്മാ പാസ്സാകാൻ വേണ്ടി എവിടെ വേണേൽ പഠിക്കാം. ചുമ്മാ പാസ്സാകാൻ വേണ്ടിയല്ല നിങ്ങൾ പഠിക്കുന്നത്. ഒരു റാങ്കോട് പാസ്സായി ഈ എക്സാം റിസൾട്ട് വന്ന് ആദ്യത്തെ 6 മാസം ജോയിൻ ചെയ്ത് ജോലിയിൽ പ്രവേശിക്കണം. അല്ലാതെ വർഷങ്ങളോളം 2 വർഷം കാത്തിരുന്ന് എക്സാമിന് കിട്ടാതെ പോകുമ്പോൾ ഉള്ള സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആണോ? ഇപ്പൊ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഇതിനു ശേഷം 2 വർഷമായി കിട്ടിയില്ല. സങ്കടം. ഇനി കിട്ടുമായിരുന്നു. ഒന്നുകിൽ ഈ പറഞ്ഞ റിസർവേഷൻ ഉള്ള കിട്ടി, അല്ലേ? ശരിയല്ലേ? ഒന്നുകിൽ എനിക്ക് തൊട്ട് മുമ്പേ റിസർവേഷൻ ഉള്ളവരെ കിട്ടി, അല്ലെങ്കിൽ ഒന്നുകിൽ എനിക്ക് തൊട്ട് മുമ്പ് മാർക്കുള്ളത് കിട്ടി, ശരിയല്ലേ? മാർക്കുള്ള ഒരാൾ കിട്ടുക, റിസർവേഷൻ ഉള്ളവരെ കിട്ടുക ചെയ്തു. ഇനി കിട്ടിയില്ല. സങ്കടം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ്. സ്പോഞ്ചി ബോൺ എന്ന് പറഞ്ഞാലേ, സ്പോഞ്ചി മനസ്സിലായല്ലോ. ഇനി സ്പോഞ്ചി ബോൺ എവിടെ കാണും? സ്പോഞ്ചി ബോൺ എന്തെന്ന് പറഞ്ഞു മനസ്സിലായെങ്കിൽ അത് എവിടെ കാണുന്ന ബോണാണ്? സ്പോഞ്ചി ബോണോ? ബോഡിക്കകത്ത് എവിടെ സ്പോഞ്ച് പോലെ ബോൺ എവിടെ ആയിരിക്കും? ഇവിടെ
സ്പോഞ്ച് പോലെയല്ല. സ്പോഞ്ചി എന്ന പേരേ ഉള്ളൂ. നമുക്ക് കൃത്യമായി തന്നെ പറയാം സ്പോഞ്ചി ബോൺ എവിടെ കാണും, സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാൻ പറ്റും. എവിടെയാണ്? ഫ്ലാറ്റ് ബോൺ ആണോ? ഫ്ലാറ്റ് ബോൺ ആണോ? സ്പോഞ്ച് അല്ല, ഫ്ലാറ്റ് അല്ല, ഫ്ലാറ്റ്. ഫ്ലാറ്റ് ബോൺസ്, ഫ്ലാറ്റ് ബോൺസ് ആൻഡ് ഷോർട്ട് ബോൺസ്. ഫ്ലാറ്റ് ബോണിലും ഷോർട്ട് ബോണിലും പിന്നെ ഇറഗുലർ ബോണിലും ആൻഡ് വേറെ എവിടെയാണ്? വേറെ എവിടെയാണ്? എപ്പിഫൈസിസോ ലോങ് ബോൺ ഉണ്ടോ? എപ്പിഫൈസ് ലോങ് ബോൺ ഉണ്ടോ? എപ്പിഫൈസ് ലോങ് ബോൺ അവിടെയും കാണുന്ന ബോൺ ഏതാ? ചോദ്യം വരും. ഫ്ലാറ്റ് ബോണിലും ഫ്ലാറ്റ് ബോണിലും അതുപോലെ ഷോർട്ട് ബോണിലും ഫ്ലാറ്റ് ബോണിലും അതുപോലെ ഷോർട്ട് ബോണിലും അതുപോലെ തന്നെ ഇറഗുലർ ബോൺ സ്ട്രക്ചറിലും അതുപോലെ തന്നെ എപ്പിഫൈസസ് ഓഫ് ലോങ് ബോണിലും കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ബോൺ ഏതാ? സ്പോഞ്ചി ആണോ കോമ്പാക്ട് ആണോ? ചോദ്യം വരും. ഫ്ലാറ്റ് ബോൺ, ഷോർട്ട് ബോൺ, ഇറഗുലർ ബോൺ, എപ്പിഫൈസസ് ലോങ് ബോൺ ഏതാ? ചോദ്യം വരും. 4 ഓപ്ഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. ഫ്ലാറ്റ് ബോൺ, ഇറഗുലർ ബോൺ, ഷോർട്ട് ബോൺ, എപ്പിഫൈസ് ലോങ് ബോൺ ആരാ? ഫ്ലാറ്റ് ബോൺ, ഇറഗുലർ ബോൺ, എപ്പിഫൈസ് ലോങ് ബോൺ ആരാ? വീണ്ടും ചോദിക്കുന്നു. ഫ്ലാറ്റ് ബോൺ, ഷോർട്ട് ബോൺ, ഇറഗുലർ ഷേപ്പുള്ള ബോണുകൾ, എപ്പിഫൈസ് ലോങ് ബോൺ ആരാ? ആരാ? സ്പോഞ്ചി, സ്പോഞ്ചി, സ്പോഞ്ചി അല്ലേ? 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 ഫ്ലാറ്റ് ബോണിലുണ്ട്, ഷോർട്ട് ബോണിലുണ്ട്, ഇറഗുലർ ഷേപ്പുള്ള എല്ലാ ബോളിലും ഉണ്ട്, എപ്പിഫൈസസ് ലോങ് ബോണിലുണ്ട്. ആരാ? സ്പോഞ്ചി ബോണില്. അതേസമയം ലോങ് ബോണിന്റെ ഡയാഫൈസിൽ കാണപ്പെടുന്നവരാ? പ്രീവിയസ് ചോദ്യം. ലോങ് ബോണിന്റെ ഡയാഫൈസിൽ കാണപ്പെടുന്നവരാ? ലോങ് ബോണിന്റെ ഡയാഫൈസിൽ കാണപ്പെടുന്ന ആരാ? സ്പോഞ്ചി ആണോ ഓർ ഓർ കോമ്പാക്ട് ആണോ? സ്പോഞ്ചി ആണോ കോമ്പാക്ട് ആണോ? സ്പോഞ്ചി ആണോ കോമ്പാക്ട് ആണോ? ലോങ് ബോണിന്റെ ഡയാഫൈസിസ് ഉണ്ടാക്കിയിരിക്കുന്ന എപ്പോഴും കോമ്പാക്ട് ബോൺ കൊണ്ടല്ലേ. ലോങ് ബോണിന്റെ ഡയാഫൈസിസ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാ? കോമ്പാക്ട് അല്ലേ. അതേ സമയം സ്പോഞ്ചി ആണെങ്കിൽ ഫ്ലാറ്റ് ബോൺ ഉണ്ട്, ഷോർട്ട് ബോൺ ഉണ്ട്, ഇറഗുലർ ബോൺസ് ഉണ്ട്, അതുപോലെ തന്നെ എപ്പിഫൈസിസ് ലോങ് ബോൺ ഉണ്ട്. ഇത്ര ക്ലിയർ? ഇത്ര ക്ലിയർ? ഇത്രയും ക്ലിയർ? ഇന്ന് പഠിപ്പിച്ച ഇത്രയും ക്ലിയർ ആയിട്ട്? യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എക്സാമിന് മേജർ ആയിട്ട്, അതായത് എക്സാമിന് ചോദ്യം ഇവിടെ ചോദിച്ചേ പറ്റുള്ളൂ എന്ന് കേരള പി സി എക്സാമിനർ ഉറപ്പിക്കുന്ന ഭാഗത്തോട് പോകാമോ? എക്സാമിനറിന് ഒരു ചോദ്യം ഇവിടെ ചോദിച്ചേ പറ്റുള്ളൂ എന്ന് ഉറപ്പിക്കുന്ന ഭാഗമുണ്ട്. ദ ബോൺ സെൽസ്. എക്സാമിനറിന് ചോദ്യം ഇവിടെ ചോദിച്ചേ പറ്റുമുള്ളൂ അയാൾ നിർബന്ധിക്കുന്ന ഭാഗമുണ്ട്. ദ ബോൺ സെൽസ്. സ്റ്റാർട്ട് ചെയ്യാം. ആർക്കില്ല 5 ബ്രേക്ക് വേണോ? 5 മിനിറ്റ് ബ്രേക്ക് വേണോ? 5 മിനിറ്റ് ബ്രേക്ക് വേണോ? സ്റ്റോപ്പ് ചെയ്യില്ല. വേണ്ടേ? സമയം എത്ര സമയത്തിലാണ്? സമയം കറക്റ്റ് 10:26 അല്ലേ? സമയം 10:26 അല്ലേ? 10:26 എങ്കിൽ കറക്റ്റ് 10:31 ബ്രേക്ക് എടുത്തിട്ട് എനിക്ക് ബ്രേക്ക് വേണം. കറക്റ്റ് 10:31 വരെ, 10:31 വരെ ബ്രേക്ക്. ഓടിപ്പോട്ട് ഓടിപ്പോ. വെള്ളം കുടിക്കണം കേട്ടോ. 10:31. ഓക്കെ, 10:31 വരെ മറക്കരുത്. 10:31 വരെ ബ്രേക്ക്.
Yes, good evening. Yes, yes, good evening. Yes, എത്തിയോ എല്ലാരും എത്തിയെല്ലാരും എത്തിയെല്ലാരും ഇത് പഠിച്ചപ്പോഴേ ഇത്രയും പഠിച്ചപ്പോൾ നമുക്ക് കഷ്ടപ്പെടിക്കണം. കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടല്ലോ, കാര്യം മനസ്സിൽ പഠിച്ച പോലെ. ഈ പറഞ്ഞ ഇംഗ്ലീഷ് വാക്ക് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ ഞാൻ എന്താ ടച്ച് വിട്ടുന്ന ആൾക്കാർക്ക് അത് പഠിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലേ? സത്യം പറയാം, ചില ഇംഗ്ലീഷ് വാക്ക് കേൾക്കുന്ന സമയത്ത് അത് വായിക്കാൻ പോലും അത് മനസ്സിലാത്ത ആൾക്കാർ ഉണ്ട്. ശരിയല്ലേ? ചില ഇംഗ്ലീഷ് വാക്ക് കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ പഠിച്ചിറങ്ങി വർഷം കഴിഞ്ഞു. ഇത് ഹാവേഴ്സ് സിസ്റ്റം, അത് വോക്ക്മാൻസ് കനാൽ, അത് കേൾക്കുമ്പോൾ തന്നെ പഠിച്ചിറങ്ങിയ ആ ഒരു കാലഘട്ടം കഴിയില്ലേ? ശരിയല്ലേ? ഇത് വോക്സ്മാൻ കനാൽ കേട്ടാലും ഹാവേഴ്സ് സിസ്റ്റം കേട്ടാലും നമ്മൾ പഠിച്ചിറങ്ങിയ വർഷം കഴിഞ്ഞില്ലേ? ഇത്ര വർഷം കഴിഞ്ഞില്ലേ? അത് ഇനിയും ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഹാവേഴ്സ് സിസ്റ്റം, വോക്സ്മാൻ കനാൽസ്, ആ കേട്ട കാലം കഴിഞ്ഞില്ലേ? കാരണം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഈ രണ്ടു പേരെയും കേൾക്കില്ല. ശരിയല്ലേ? നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഹാവേഴ്സിൻ കനാൽ എന്നോ വോക്സ്മാൻ കനാൽ എന്നോ കേൾക്കാറില്ല. സത്യമല്ലേ? ജോലി ചെയ്യുമ്പോൾ ഈ പേര് കേൾക്കേണ്ട ആവശ്യമില്ല. ജോലി ചെയ്യുമ്പോൾ ഈ ഒരു പേരുകൾ കേൾക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. പക്ഷെ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഈ രണ്ട് പേരുകളും ചോദിക്കും. ഹാവേഴ്സിൻ സിസ്റ്റം എന്നും വോക്സ്മാൻ കനാൽ എന്നും എക്സാം ഉറപ്പാണ് ചോദിക്കും. എന്താ വോക്സ്മാൻ കനാൽ? എന്താ വോക്സ്മാൻ കനാൽ? എന്താ വോക്സ്മാൻ കനാൽ? എന്താ വോക്സ്മാൻ കനാൽ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്വേഴ്സിലി ട്രാൻസ്വേഴ്സ് കണക്ട് ചെയ്താണോ? ആരൊക്കെയാ? ബ്ലഡ് വെസലിനെയും ആ നെർവ്സിനെയാണോ ട്രാൻസ്വേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന? ബ്ലഡ് വെസലിനെയും നെർവ്സിനെയും ആണോ? ട്രാൻസ്വേഴ്സ് ആയിട്ട് ഈ പറഞ്ഞ ബോൺസ് നെർവ്സിനെയും ബ്ലഡ് വെസലിനെയും കണക്ട് ചെയ്ത പേരെന്താ? ട്രാൻസ്വേഴ്സ് ആയിട്ട് നമ്മുടെ ബോൺസ് ബ്ലഡ് വെസലിനെയും നെർവ്സിനെയും കണക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? ചോദ്യം വരും. ട്രാൻസ്വേഴ്സ് ആയിട്ട് ബോൺസ് ബ്ലഡ് വെസലിനെയും നെർവ്സിനെയും കണക്ട് ചെയ്ത് വിളിക്കുന്ന പേരെന്താ? വോക്സ്മാൻ കനാൽ. ട്രാൻസ്വേഴ്സ് ആയിട്ട് താഴോട്ടാണോ പിന്നെയും ചോദിക്കാം, താഴോട്ടാണോ മേലോട്ടാണോ? സൈഡിലോട്ടാണോ? സൈഡ് ഭാഗത്തോട്ടാണോ? ട്രാൻസ്വേഴ്സ് മലയാളം സൈഡ് ഭാഗത്തോട്ടല്ലേ? സൈഡ് ഭാഗത്തോട്ട് ബ്ലഡ് വെസലിനെയും നെർവ്സിനെയും കൊണ്ടുപോകുന്ന ആരാ? സൈഡ് ഭാഗത്തോട്ട്, താഴോട്ടല്ല. സൈഡ് ഭാഗത്തോട്ട് ബ്ലഡ് വെസലിനെയും നെർവ്സിനെയും കൊണ്ടുപോകുന്ന കനാൽ ഏതാ? കനാൽ, വഴി, പാത്വേ ഏതാ? ഓക്സ്മാൻ. ഇനി താഴോട്ടേക്ക് ബ്ലഡ് വെസലിനെയും നെർവിനെയും കൊണ്ടുവന്ന ആരാ? മലയാളം പറയുന്നത് താഴോട്ടേക്കാണ്. ബ്ലഡ് വെസലിനെയും നെർവിനെയും കൊണ്ടുപോകാൻ കനാൽ ഏതാ? ഹാവേഴ്സൻ. ഇത്രയും വർഷമായിട്ട് നിങ്ങളുടെ ബോഡിക്കകത്ത് താഴോട്ട് നിങ്ങളുടെ ബോഡിയുടെ ബ്ലഡ് വെസലിൽ കൊണ്ടുപോകുന്ന ആരെന്ന് അറിയില്ല. ഇത്രയും വർഷമായിട്ട് നിങ്ങളുടെ ബോഡിക്കകത്ത് സൈഡ് ഭാഗത്തേക്ക് ബ്ലഡ് വെസലിൽ കൊണ്ടുപോകുന്ന കനാലിന് അറിയില്ല. ശരിയല്ലേ? റൈറ്റ് ഓർ റോങ്? അറിയില്ല. ഇപ്പൊ അറിയാലോ ഓക്സ്മാൻ എന്തായാലും പറഞ്ഞ ഹാവേഴ്സ് മനസ്സിലായല്ലോ. പറഞ്ഞപ്പോ സൈഡ് ഭാഗത്തോടാ? ആരാ? ഓക്സ്മാൻ. ട്രാൻസ്വേഴ്സ് ആയിട്ട് ബ്ലഡ് വെസൽ കൊണ്ടുവന്നാരാ? ട്രാൻസ്വേഴ്സ് ആയിട്ട് സൈഡ് ഭാഗം എന്ന് പറയുമ്പോൾ ട്രാൻസ്വേഴ്സ് ആയിട്ട് ഓക്സ്മാൻ ആണോ? ട്രാൻസ്വേഴ്സ് ആയിട്ട് ഓക്സ്മാൻ. ഈ സെൻട്രൽ ആയിട്ട് സെൻട്രൽ കനാൽ എന്നോ സെൻട്രൽ കനാൽ എന്ന് ചോദിച്ചാരാ? രണ്ട് ഓസ്റ്റ്യൂൺ തമ്മിലുള്ള സെൻട്രൽ കനാൽ ഹാവേഴ്സ് സിസ്റ്റം. മറക്കരുത്. ചോദിക്കും. ഇനി വീണ്ടും ചോദിക്കൂടെ.
വീണ്ടും ചോദിക്കും ഹാവേഴ്സ് സിസ്റ്റം അല്ലെങ്കിൽ ഹാവേഴ്സ് കനാൽ കാണുന്ന ബോൺ ഏതാ? സ്പോഞ്ചി ആണോ കോമ്പാക്ട് ആണോ? ഇവിടുത്തെ ഒരു ചോദ്യം കൂടെ ചോദിക്കും. ഹാവേഴ്സ് കനാൽ അല്ലെങ്കിൽ ഹാവേഴ്സ് സിസ്റ്റം കാണുന്നത് കോമ്പാക്ട് ആണോ സ്പോഞ്ചി ആണോ? കോമ്പാക്ട്. വീണ്ടും ഒരു ചോദ്യം ഉണ്ടായിരിക്കും, എന്താ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് കോമ്പാക്ട് മോണർ? വീണ്ടും KEMA-P6 നമ്മൾ ഒരു ചോദ്യം വരും, സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് കോമ്പാക്ട് ഓസ്റ്റിയോ. ഇത്രയും ഇവിടെ നിന്ന് ഉറപ്പായിട്ട് ചോദിക്കും, കള്ളം പറയില്ല. ഇതുവരെ പഠിച്ച കാര്യം, കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് പഠിച്ച കാര്യം, ഈ 3 ചോദ്യം എല്ലാ എക്സാമിനും ഇവിടെ ചോദിക്കും. എല്ലാ എക്സാമിനും ഇന്ന് മസ്കുലർ ഭാഗത്ത് നിന്നും ചോദിക്കും. നിങ്ങൾക്ക് ഇതുവരെയായിട്ട് സെല്ല്, ടിഷ്യൂ, എപ്പിത്തീലിയൽ ഗ്ലാൻസ്, കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ബ്ലഡ് കിട്ടിയല്ലോ. സെല്ല്, ടിഷ്യൂ, എപ്പിത്തീലിയൽ ഗ്ലാൻസ്, കണക്റ്റീവ് ടിഷ്യൂ, ബ്ലഡ് കിട്ടിയല്ലോ. ആർക്കെങ്കിലും കിട്ടാതുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫോണിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ, മിസ്സായ ഫോൺ അപ്ഡേറ്റ് ആയ സമയത്തോ ഫോൺ സ്റ്റോറേജ് കളഞ്ഞ സമയത്തോ മിസ്സായിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. ടുമോറോ മോർണിംഗ് അയച്ചു കേട്ടോ. ഞാൻ എല്ലാ ക്ലാസ് ഇല്ലാത്ത ദിവസവും, മിക്കവാറും എല്ലാ ക്ലാസ് ഇല്ലാത്ത ദിവസവും രാവിലെ ജോലി എന്നറിയാമോ? എന്റെ ജോലി അറിയാമോ? അറിയണമല്ലോ. മിക്കവാറും ക്ലാസ് ഇല്ലാത്ത ദിവസം എന്റെ പണി ഇതാണ്. ക്ലാസ് ഇല്ലാത്ത ദിവസം അറിയാമോ? മിക്കവാറും ആൾക്കാർ ഫോൺ അപ്ഡേറ്റ് ചെയ്യാറില്ലേ? ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് കളയാറില്ലേ? അപ്പോഴെല്ലാം പോകും കേട്ടോ. എല്ലാ നോട്ടും കളയും എല്ലാവരും. അറിയാ ചെയ്യുന്നതാ. എന്താ പറയും, സാർ വീണ്ടും സെല്ലോട്ട് വേണം. എന്ത് പറയും? വീണ്ടും ഒന്നേന്ന് അയക്കും, ഒന്നോട്ട് അയക്കും കേട്ടോ. അതായത് ജോലി, ശരിക്കും ജോലി ഇതാണ്. പഠിപ്പിക്കുന്നതല്ല, ശരിക്കും ജോലി അതാണ്. എല്ലാം ഒന്നേന്ന് ഓരോ ആൾക്കാർക്ക് അയക്കുക. അത് വളരെ കഷ്ടപ്പെട്ട പണിയല്ലേ? എല്ലാ ആൾക്കാർക്കും വീണ്ടും ഒന്നേ അയക്കുക. ഒന്നേന്ന് ഫസ്റ്റ് തൊട്ട് ഓരോ ആൾക്കാർക്കും. വലിയ പണിയാത്, പറയാൻ പറ്റത്തില്ല. വലിയ പണിയാത്. ഒന്നേന്ന് സ്റ്റാർട്ടിങ് ഡേറ്റ് തൊട്ട് ഒന്നേ അയക്കുക. പക്ഷെ എന്താണ് അയക്കുമ്പോൾ സന്തോഷം അറിയാമോ? അവർ പഠിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അവർ ചോദിച്ചത്. ചോദിക്കുമ്പോൾ എന്താ കാരണം അറിയാമോ? പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അയച്ചു കൊടുക്കാം. അത് ശരിയല്ലേ? ചോദിക്കുമ്പോൾ അവർ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അപ്പോൾ തന്നെ അയച്ചു കൊടുക്കാം. 6 മണിയായാലും ശരി, 7 മണി ശരി, രാവിലെ ഏർലി മോർണിംഗ് ശരി, അവർ പഠിക്കാൻ ശ്രമിച്ചു തുടങ്ങുന്നുണ്ടല്ലോ. ശരിയല്ലേ? പഠിക്കണം. ചോദിക്കും, കോമ്പാക്ട് ബോണിന്റെ സ്മാളസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാരാ? ചോദ്യം വരും. കോമ്പാക്ട് ബോണിന്റെ സ്മാളസ്റ്റ് യൂണിറ്റ് ആരാ? ഹാവേഴ്സ് സിസ്റ്റം അല്ലെങ്കിൽ ഓസ്റ്റിയോൺ. മാത്രം പഠിക്കരുത്. ഹാവേഴ്സ് സിസ്റ്റം. പേര് പറയാൻ പാട് എന്ന് സ്റ്റാമറിംഗ് ഉള്ള ഞാൻ പറയുന്നില്ലേ? സ്റ്റാമറിംഗ് ഉള്ള ഞാൻ പറയുന്നുണ്ട്. ഹാവേഴ്സ് സിസ്റ്റം അല്ലെങ്കിൽ ഓസ്റ്റിയോൺ. ചോദ്യം വരും. അല്ലെങ്കിൽ അടുത്ത ചോദ്യം, ഓക്സ്മാൻ കനാൽ അത് എവിടെ കാണും? ഓക്സ്മാൻ കനാൽ എവിടെ കാണും? ബോണി ടിഷ്യൂ അല്ലേ? അടുത്ത ചോദ്യം, ഓക്സ്മാൻ കനാൽ എവിടെ കാണും? രണ്ടാമത്തെ കേരള ചോദ്യം, ബോണി ടിഷ്യൂലാണ് ഓക്സ്മാൻ കനാൽ കാണുന്നത്. സോ ഇത്രയുമാണ് ഇത് ബോൺസിനെ കുറിച്ച് പറയാനുള്ളത്. ശേഷം അടുത്ത് നോക്കുമ്പോ എന്താ? അടുത്തെന്താ? ബോൺസ് നോക്കാമോ? ബോൺ സെൽസ് നോക്കാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? അടുത്ത ടോപ്പിക്കാണ്. സ്റ്റാർട്ട് ചെയ്യാം. എന്താ ബോൺ സെൽസ്? എത്ര ടൈപ്സ് ഉണ്ട്? എന്താ ബോൺ സെൽസ്? എത്ര ടൈപ്സ് ബോൺ സെൽ ഉണ്ട്? എന്താ ബോൺ സെൽസ്? എത്ര ടൈപ്സ് ബോൺ സെൽ ഉണ്ട്? എന്താ ബോൺ സെൽ പഠിച്ചു? എത്രയുണ്ട്? 1, 2, 3, 4, 5 അല്ലേ പറയുക? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ? 4 തരത്തിലുള്ള സെല്ലാണ് ബോണിനകത്തുള്ളത് അല്ലേ? 4 തരത്തിലുള്ള സെല്ലാണ് ബോണിനകത്തുള്ളത്. ഇവിടെ നിന്ന് എപ്പോഴും കേരള PSC എക്സാമിന് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നില്ല,
ആർക്കെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻ പറയാതെ കണ്ടിട്ടുണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞില്ല. ആരെങ്കിലും ദ ബോൺ സെൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ലീന, വേറെ ആരുണ്ടോ? ആരെങ്കിലും എവിടെങ്കിലും ഓസ്റ്റിയോ ബ്ലാസ്റ്റ് എന്ന് ഓസ്റ്റിയോ ക്ലാസ് കിട്ടുന്നുണ്ടോ? ഓസ്റ്റിയോ ബ്ലാസ്റ്റും ഓസ്റ്റിയോ ക്ലാസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഓസ്റ്റിയോ ക്ലാസ്റ്റും ഓസ്റ്റിയോ ബ്ലാസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ഓസ്റ്റിയോ ക്ലാസ്റ്റ് ഉണ്ടോ? ഏതെങ്കിലും എക്സാമിന് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് എന്നും ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ഉണ്ടോ? ഉണ്ട്. അതാ പഠിപ്പിക്കുന്ന. സോ എന്താ ബോൺ സെൽസ്? ദ ബോൺ സെൽസ് പ്രധാനമായിട്ടും 4 ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്, ചോദ്യം വരും. 4 ടൈപ്പ് ബോൺ സെൽസ് ഉള്ളത് അല്ലേ? നമുക്ക് പഠിക്കാൻ 4 ടൈപ്പ് ബോൺ സെൽസ് ഉള്ളത്. ഫസ്റ്റ് വൺ ഏതാ? ഓസ്റ്റിയോജെനിക് സെൽസ്. ആദ്യം പഠിക്കാൻ പോകുന്ന സെൽ ഏതാ? ഓസ്റ്റിയോജെനിക് സെൽസ് ആണ്. ആദ്യം പഠിക്കാൻ പോകുന്നത് ബോൺ സെല്ലിനകത്ത് ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഏതാ? ഓസ്റ്റിയോജെനിക് സെൽസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷ ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷ ചോദിക്കും. കാരണം എന്താ? ചോദിച്ചാണ്ടേ. ആദ്യം ഒരു പാലിൽ നിന്നാണോ തൈര് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ തൈരിൽ നിന്നാണ് പാൽ ഉണ്ടാകുന്നത്? പാലിൽ നിന്നാണോ തൈര് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ തൈരിൽ നിന്നാണോ പാല് ഉണ്ടാകുന്നത്? ചോദ്യമാണ്. എന്റെ ചോദ്യമാണ്. ആദ്യം പാലാണോ ആദ്യം തൈരാണോ? ആദ്യം പാലാണോ ആദ്യം തൈരാണോ? പറയടേ. പാലല്ലേ? പാലല്ലേ? അപ്പൊ ഇത് പറഞ്ഞ ബോണിന്റെ ഇത് പ്രിക്കേഴ്സേഴ്സ് പറയുമ്പോഴായിരിക്കും ഇത് മുൻഗാമി. ബോണിന്റെ പ്രിക്കേഴ്സേഴ്സ് പറയുമ്പോഴായിരിക്കും ബോണിന്റെ പ്രിക്കേഴ്സേഴ്സ് അല്ലെങ്കിൽ മുൻഗാമി ആരായിരിക്കും? 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 ഇനിയും അറിയില്ല. ഓസ്റ്റിയോൺ ആണ്. ഓസ്റ്റിയോൺ ആണ്. ഓസ്റ്റിയോൺ ആണോ? ആണോ? അറിയില്ല. അറിയില്ലല്ലോ. അറിയില്ല. അവിടെയാണ് ഓസ്റ്റിയോജെനിക് സെല്ല് വരുന്നത്. അറിയില്ല. നോ ഐഡിയ. അറിയില്ല. അവിടെയാണ് ബോൺ സെൽ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഓസ്റ്റിയോജെനിക് സെല്ല് വരുന്നത്. ഇത് ബോൺ ഫോർമേഷൻ ആവശ്യമായി വരുമ്പോൾ, നമ്മുടെ ബോഡിക്ക് ബോൺ ഫോർമേഷൻ ആവശ്യമായി വരുമ്പോൾ ഓസ്റ്റിയോജെനിക് സെല്ലിൽ നിന്നും ആരാ ഉണ്ടായിപ്പെടുന്നത്? നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ബോൺ ഫോർമേഷൻ ആവശ്യമായി വരുമ്പോൾ ഓസ്റ്റിയോജെനിക് സെല്ലിൽ നിന്നും ആരാ ഡെവലപ്പ് വരുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണോ? ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണോ? ചോദ്യം വരും. നമ്മുടെ ബോഡിക്ക് ബോൺ ഫോർമേഷൻ എപ്പോഴെങ്കിലും ആക്സിഡന്റ് പറ്റിയോ ഏത് സിറ്റുവേഷൻ ആയാലും ബോൺ ഫോർമേഷൻ ആവശ്യമായി വരുമ്പോൾ ഓസ്റ്റിയോജെനിക് സെൽസ് എവിടെ നിന്ന് ഉണ്ടായിവിടുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലാണോടെ? ആണോടെ? ആണോടെ? എപ്പോഴെങ്കിലും ബോൺ ഫോർമേഷൻ ആവശ്യം വരുമ്പോൾ ഓസ്റ്റിയോജെനിക് സെല്ലിനാണ് ഓസ്റ്റിയോബോൺസ് ഉണ്ടായി വരുന്നത് അല്ലേ? ചോദ്യം വരും, എന്താണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ? ചോദ്യം വരും, എന്താണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ? ചോദ്യം കേരള PSC എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ചോദ്യവും അറിയാം. ദ ബോൺ ഫോർമിംഗ് സെൽസ് ആരാ? ഈ ചോദ്യം കാണാത്തതായിട്ട് ഒരു കുട്ടിയുമില്ല. ദ ബോൺ ഫോർമിംഗ് സെൽസ് എന്ന് പറയുന്ന ആരാ? ഓസ്റ്റിയോജെനിക് ആണോ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണോ? ഓസ്റ്റിയോബ്ലാസ്റ്റ് അല്ലേ? പറഞ്ഞേ. ദ ബോൺ ഫോർമിംഗ് സെല്ല് പറഞ്ഞു. എല്ലാം അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞല്ലേ? ഓസ്റ്റിയോക്ലാസ്റ്റ് ഓസ്റ്റിയോബ്ലാസ്റ്റ്? ഓസ്റ്റിയോക്ലാസ്റ്റ് ആണോ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണോ? ഓസ്റ്റിയോക്ലാസ്റ്റ് ആണോ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണോ? ദ ബോൺ ഫോർമിംഗ് 60 വരുമ്പോഴാണ്. ദ ബോൺ ഫോർമിംഗ് എന്ന് പറഞ്ഞാരാ?
രൂപം കൊണ്ടുവരിക, ഒരു ബോൺ രൂപം കൊണ്ടുവരുന്ന സെല്ലാര? ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണോ പ്ലാസ്റ്റ് ആണോ? പറയടേ ആർക്ക് വേണ്ടിയാ? ഞാൻ ഈ രാത്രി ഇരുന്ന് ഇവിടുന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഉത്തരം പറയണം. ഓസ്റ്റിയോ ബ്ലാസ്റ്റ്, ദ ബോൺ ഫോർമേഷൻ സെല്ലുകൾ എന്നറിയപ്പെടുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റിൽ ദ ബോൺ ഫോമിങ് സെല്ല് എന്ന് പറഞ്ഞാരാ? ഒരു പുതിയൊരു ബോൺ ഉണ്ടാകുക, ഒരു പുതിയൊരു ബോൺ ഉണ്ടാകുന്നാരാ? ദ ബോൺ ഫോർമിങ് സെല്ല് എന്നറിയപ്പെടുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റ് അല്ലേ? ശരിയല്ലേ? 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 ആണ്. അങ്ങനെയാണെങ്കിൽ ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ല് ഉണ്ടാക്കാൻ കഴിയുള്ള സെല്ലുകളെ വിളിക്കപ്പെടുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലുകൾ ഉണ്ടാക്കാൻ കഴിവുള്ള സെല്ലുകളെ വിളിക്കപ്പെടുന്ന ഓസ്റ്റിയോജെനിക് അല്ലേ? മറക്കരുത്, ചോദിക്കും. ഒരു പുതിയൊരു ബോൺ ഫോമിങ് സെൽ, ഒരു പുതിയൊരു ദ ബോൺ അല്ലെങ്കിൽ ദ ബോൺ ഫോമിങ് സെൽ ഉണ്ടാക്കാൻ കഴിവുള്ള ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണെന്നറിയാം. അത് ഉണ്ടാക്കാൻ കഴിവുള്ളവരാരാ? ഓസ്റ്റിയോജെനിക്, ജെനിക് സെൽ അല്ലേ? അറിയാനോ കാര്യം? ഇത്രയും വർഷമായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ സത്യം പറയാം, ഓസ്റ്റിയോബ്ലാസ്റ്റും ഓസ്റ്റിയോക്ലാസ്റ്റും പഠിച്ചുള്ളൂ അല്ലേ? വർഷങ്ങളായിട്ട് ഇതിൽ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ ഇന്ന് ബ്ലാസ്റ്റും ക്ലാസ്സും പഠിച്ചിട്ടുള്ളൂ അല്ലേ? ഇത് ക്ലാസ്റ്റും ഓസ്റ്റിയോബ്ലാസ്റ്റും ക്ലാസ്റ്റും, ശരിയല്ലേ? ഓസ്റ്റിയോബ്ലാസ്റ്റും ഓസ്റ്റിയോക്ലാസ്റ്റും മാത്രം പഠിച്ചുകൊണ്ട് പോകും, പക്ഷെ ബാക്കി അറിയില്ല. ഇനി ഓസ്റ്റിയോജെനിക് എന്തെന്നോ ബാക്കിയോ ടൈപ്പ് എന്നോ അറിയില്ല. ആണോ? ആണോ? യെസ്. ആവിടെ പറയടേ. ആണ്. അപ്പൊ പറഞ്ഞേ, ഇത് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ ഉണ്ടാവാൻ കഴിവുള്ള സെൽ എന്താ? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ ഉണ്ടാക്കാൻ കഴിവുള്ള സെല്ലിനെ വിളിക്കുന്ന പേരെന്താ? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ ഉണ്ടാക്കാൻ കഴിവുള്ള സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ചോദ്യം വരും. ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ ഉണ്ടാക്കാൻ കഴിവുള്ള സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓസ്റ്റിയോജെനിക് സെൽ അല്ലേ? ഓസ്റ്റിയോജെനിക് സെൽ അല്ലേ? എങ്കിൽ വീണ്ടും ചോദ്യം വരും, ഈ ഓസ്റ്റിയോജെനിക് സെല്ല് കാണുന്ന സ്ഥലം എവിടെ? ബോഡിക്കകത്ത് ഇത് എവിടെ കാണും? വീണ്ടും ഒരു സെല്ല് ഉണ്ടാക്കാൻ കഴിയുള്ള, അല്ലെങ്കിൽ വീണ്ടും ഇത് ബോൺ ഫോർമേഷൻ ആയ സെല്ല് എവിടെ കാണാം? എവിടെ കാണും? എവിടെ കാണും? എവിടേക്കാണ് ബോൺ ഫോർമിങ് സെല്ല് കാണുന്നത്? എവിടെയാടേ? ബോഡിക്കകത്ത് എവിടെയാ? ചോദ്യം വരും. ബോൺ ഫോർമിങ് സെല്ല് എവിടെ കാണും? പെരിയോസ്റ്റിയമാണോ? പെരിയോസ്റ്റിയം, പെരികാർഡിയം, പെരിക്കോൺട്രിയം? ചോദ്യം വരും. ദ ബോൺ ഫോമിങ് സെല്ല് കാണുന്ന എവിടെയാ? ചോദ്യം വരും. ദ ബോൺ ഫോമിങ് സെല്ല് കാണുന്ന എവിടെയാ? പെരിയോസ്റ്റിയമാണോ, പെരികാർഡിയമാണോ, പെരിക്കോൺട്രിയമാണോ? എന്താ പെരികാർഡിയം? എന്താണ് പെരിയോസ്റ്റിയമാണോ? 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 പെരിയോസ്റ്റിയം പെരിയോസ്റ്റിയം ആണല്ലേ? അപ്പോൾ இந்த പെരിയോസ്റ്റിയത്തിലുള്ള ടൈപ്പ് സെല്ല് ഇത്. അപ്പോൾ இந்த പെരിയോസ്റ്റിയത്തിനകത്ത് സെല്ല് ഇത് നമുക്കറിയാം. എന്താ പെരിയോസ്റ്റിയം? എന്താ നമുക്കറിയാം. പെരിയോസ്റ്റിയം എന്ന് പറയുന്നത് എന്താ? ഇത് ബോണിന്റെ ഔട്ടർ കവറിങ് ആണോ, ഇന്നർ കവറിങ് ആണോ, ഓർ ദ മിഡിൽ കവറിങ് ആണോ? പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞാൽ ബോണിന്റെ ഔട്ടർ കവറിങ് ആണോ, ഇന്നർ കവറിങ് ആണോ, മിഡിൽ ആണോ? പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞാൽ ബോണിന്റെ ഔട്ടർ കവറിങ് അല്ലേ? അപ്പൊ ഔട്ടർ കവറിങ്ങിലാണ് എപ്പോഴും ദ ബോൺ ഫോർമേഷൻ സെല്ലായ ഓസ്റ്റിയോബ്ലാസ്റ്റ് കാണുന്നത് അല്ലേ? പെരിയോസ്റ്റിയം എന്നതിൽ എപ്പോഴും എന്താണ്? ഓസ്റ്റിയോബ്ലാസ്റ്റ് കാണുന്ന മറക്കോ? ബോണിന്റെ ഔട്ടർ പാർട്ടായ, ബോണിന്റെ ഔട്ടർ കവറിങ് ആയ പെരിയോസ്റ്റിയത്തിൽ എപ്പോഴും ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽ കാണുന്നത്. കാര്യം മറക്കോ? വീണ്ടും ചോദ്യം ഇതാണ്. നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ട് ഒരു പുതിയൊരു ബോൺ സെൽ ഫോം ചെയ്യണം.
പുതിയൊരു ബോൺ സെൽ ഫോം ചെയ്യണമെങ്കിൽ സഹായിക്കുന്നത് സാഹചര്യം അനുസരിച്ച് സഹായിക്കുന്ന ആയിരിക്കും ഓസ്റ്റിയോജനിക് സെല്ലാണ്. നമ്മുടെ ബോഡിക്ക് പുതിയൊരു ബോൺ സെല്ല് അത്യാവശ്യം ആക്സിഡന്റോ എന്തെങ്കിലും പറ്റിയെങ്കിൽ പുതിയൊരു ബോൺ സെല്ല് വേണം. എനി ഒരു ട്രോമയോ എന്തെങ്കിലും പറ്റി പുതിയൊരു ബോൺ സെല്ല് വേണമെങ്കിൽ ആവശ്യമായി വരുന്നത് ഓസ്റ്റിയോജനിക് അല്ലേ? അല്ലേ? ആണ്. ശേഷം ആ ഓസ്റ്റിയോജനിക് എന്തായി മാറും? ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണോ ബ്ലാസ്റ്റ് ആണോ? ഓസ്റ്റിയോജനിക് ബോൺ എന്തായി മാറും? ഓസ്റ്റിയോബ്ലാസ്റ്റ് അല്ലേ? ബ്ലാസ്റ്റ് ആയി മാറും അല്ലേ? അങ്ങനെ ഓസ്റ്റിയോ എന്താണ് ഈ ബ്ലാസ്റ്റ് ആയി മാറാൻ സഹായിക്കുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരെന്താ? ഓസ്റ്റിയോജനിക് സെൽ അല്ലേ? ഓസ്റ്റിയോജനിക് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ കേരള PSC എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയാം. അങ്ങനെയാണെങ്കിൽ കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം പറയാം ഓസ്റ്റിയോജനിക് സെൽസ് കാണപ്പെടുന്ന എവിടെ? അല്ലെങ്കിൽ ദ ബോൺ ഫോമിംഗ് സെൽസ് കാണപ്പെടുന്ന എവിടെ? പ്രീവിയസ് ചോദ്യമാണ്. പ്രീവിയസ് കേരള PSC DHS ക്വസ്റ്റ്യൻ ആണ്. DHS ക്വസ്റ്റ്യൻ ആണ്. ഓസ്റ്റിയോജനിക് സെൽ അല്ലെങ്കിൽ ദ ബോൺ ഫോമിംഗ് സെല്ല് കാണപ്പെടുന്ന സ്ഥലം എവിടെ? പെരികാർഡിയം, പെരിയോസ്റ്റിയം, പെരികോൺട്രിയം. എന്താ എല്ലാം പറഞ്ഞു. പെരിയോസ്റ്റിയം അല്ലേ? ഓസ്റ്റിയമാണോ? ഇത്രയും വർഷം ആക്സിയലും അപ്പൻഡിക്കുകളും മാത്രം പഠിച്ചായിരിക്കുന്നുണ്ടോ? വർഷങ്ങളായിട്ട് ആക്സിലും മാത്രം അപ്പൻഡിക്കുകൾ പഠിച്ചായിരിക്കുന്നുണ്ടോ? വർഷങ്ങളായിട്ട് ആക്സിലും അപ്പൻഡിക്കുകൾ മാത്രം പഠിച്ചുകൊണ്ട് പോയി എക്സാം ഉണ്ടോ അവിടെ? ഇത്ര ബോണ്ട് ഉണ്ടോ? ടൈപ്സ് ഓഫ് ബോൺസ്. ഉണ്ടല്ലേ? ഉണ്ടോ? ഇതൊന്നും കേട്ടിട്ടില്ല. ഇതൊന്നും കേട്ടിട്ടില്ല. ശരിയല്ലേ? ഇതൊന്നും കേട്ടിട്ടില്ല. ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. ശരിയല്ലേ? സത്യല്ലേ? ചോദ്യം വരും. പറയുന്നില്ല. സോ ചോദ്യം വരട്ടെ. ഓസ്റ്റിയോജനിക് സെൽസ് എവിടെ കാണും? ചോദ്യം വരും. ഓസ്റ്റിയോജനിക് സെൽസ് എവിടെ കാണും? പെരിയോസ്റ്റിയം അല്ലേ? പെരിയോസ്റ്റിയത്തിനകത്ത് സെല്ല് ഓസ്റ്റിയോ സെല്ല് അല്ലേ? വീണ്ടും ചോദ്യം ഇതാണ്. ഒരു ബോണിന്റെ ഔട്ടർ കവറിങ് വിളിക്കുക എന്താ? വീണ്ടും ചോദ്യം ഇതാണ്. ഒരു ബോണിന്റെ ഔട്ടർ കവറിങ് ഏതാ? പെരിയോസ്റ്റിയം. വീണ്ടും ചോദ്യം, ഓസ്റ്റിയോജനിക് സെൽസ് എവിടെ കാണും? പെരിയോസ്റ്റിയം അല്ലേ? ഓസ്റ്റിയോജനിക് സെൽസ് എവിടെ കാണും? പെരിയോസ്റ്റിയം. വീണ്ടും ചോദ്യം, ഒരു പുതിയ ബോൺ സെൽസ് ഫോം ചെയ്യണമെങ്കിൽ ഓസ്റ്റിയോജനിക് സെൽസ് എവിടെ കാണും? വീണ്ടും ചോദ്യം, ഒരു പുതിയ ബോൺ സെല്ലെ മാറണമെങ്കിൽ ഓസ്റ്റിയോജനിക് സെൽസ് എവിടെ കാണും? പെരിയോസ്റ്റിയമാണ്. പെരിയോസ്റ്റിയം. വീണ്ടും ചോദ്യം, പഴയ സെല്ലുകൾ മാറി ഒരു പുതിയ ബോൺ സെല്ലായി മാറുന്ന പ്രോസസ് ഏതാ? പഴയ സെല്ലുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ബോൺ സെൽ പ്രോസസ് ഏതാ? ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഇത്ര ക്ലിയർ. ഇതുവരെ പറയാൻ ക്ലിയർ ആയത്. അടുത്ത ഏതാ? നെക്സ്റ്റ് പ്ലീസ്. ഓസ്റ്റിയോസൈറ്റ് അല്ലേ?
അത് ഇന്ന് പഠിക്കണം, ടുമോറോ പഠിക്കണം. ടുമോറോ ക്ലാസ് ഉണ്ട്, ടുമോറോ ക്ലാസ് ഉണ്ട്, നാളെ ക്ലാസ് ഉണ്ട്, നാളെ ക്ലാസ് ഉണ്ട്, ടുമോറോ ക്ലാസ് ഉണ്ട്, ടുമോറോ ക്ലാസ് ഉണ്ട്. മസ്കുലർ ആണ്, സെൽസിന്റെ തേർഡ് പാർട്സ് ഓസ്റ്റിയോസൈറ്റ്സ്. ഓക്കെ, മൂന്നാം പാർട്ട് ടുമോറോ നൈറ്റ് ഉണ്ട്. അടുത്ത മറ്റന്നാളില്ല, നാളെ കഴിഞ്ഞല്ല, നാളെ നാളെ. ഓക്കെ, നാളെ കഴിഞ്ഞല്ല, മറക്കരുത്. സ്ഥിരമായിട്ട് കഴിഞ്ഞാണ്, പക്ഷെ നാളെ ഉണ്ടായിരിക്കും കേട്ടോ. നാളെ ഉണ്ട്, കാര്യം മറക്കരുത്. നാളെ ക്ലാസ് ഉണ്ട്. മസ്കുലറിന്റെ ബാക്കി പാർട്സ് ഓസ്റ്റിയോസൈറ്റ്സ് നാളെ ഉണ്ട്. ഓക്കെ ഓക്കെ, സീ ഓൺ ടുമോറോ. താങ്ക് യു സോ മച്ച്. പഠിക്കുവോ? ചോദ്യം ഇവിടെ തന്നെ ഉണ്ടായി കേട്ടോ. ഞാൻ ഒന്നും പറഞ്ഞില്ലേ, ചോദ്യം ഉണ്ടായിരിക്കും, ഉറപ്പിച്ച് പറയുക. ഒരാൾ റെക്കോർഡിംഗ് ക്ലാസ് ആണ്, ഒരാൾ ഉറപ്പിച്ച് പറയണമെങ്കിൽ ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, ഉറപ്പിച്ച് പറഞ്ഞ ഉണ്ടായിരിക്കും, ഇവിടെ നിന്ന് ഉണ്ടായിരിക്കും കേട്ടോ. റെക്കോർഡിംഗ് ആണ്. ആഫ്റ്റർ എക്സാം കഴിഞ്ഞ് നോക്കട്ടോ. ആഫ്റ്റർ എക്സാം കഴിഞ്ഞ ശേഷം, കാരണം 90+ ആണോ 92+ ആണോ? കഴിഞ്ഞ വർഷം 92 ഉണ്ടായിരുന്നു. ലാസ്റ്റ് എക്സാം DHS 92 ഉണ്ടായിരുന്നു. അന്ന് മുമ്പത്തെ എക്സാം 78 ഉണ്ടായിരുന്നു. അന്ന് മുമ്പത്തെ എക്സാം 86 ഉണ്ടായിരുന്നു. ഉണ്ടായിരിക്കും, പഠിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.